മാല പ്രഭുനായിരുന്നു പ്രഭു മാറി എനിക്കിട്ടു പ്രഭുനായിരുന്നു കൊടുക്കുന്നത്. പോലെ എല്ലാവരും എല്ലാവരും നിർത്തും എല്ലാവരും ഒന്നെല്ലാവരും കിട്ടും. ഇല്ല വേണ്ട, ഞാൻ ഇല്ല, ഞാൻ കംഫർട്ടബിൾ. ഭഗവാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ജഗദ്ഗുരു ശീല പ്രഭുപാദിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ശീല പ്രഭുപാദിന്റെ മഹാകാരുണ്യം കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. പ്രഭുപാദില്ലെങ്കിൽ നമ്മൾ ആരുമില്ല. ശീല പ്രഭുപാദാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പ്രഭുപാദിനെ സ്തുതിക്കാതെ നമുക്കൊന്നും തുടങ്ങാൻ സാധിക്കില്ല. ശീല പ്രഭുപാദിന്റെ മഹാകൃപയാണ് നമുക്ക് ഓരോരുത്തരും വേണ്ടിയിട്ടുള്ളത്. എങ്ങനെയോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്നത് ശീല പ്രഭുപാദാണ്. ആർക്കെങ്കിലും അതിനെതിരെ അഭിപ്രായമുള്ളവരുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയോ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഇങ്ങനെ ഇവിടെ തിലകവും കണ്ടിമലയിൽ ധരിപ്പിച്ച് ധോത്തിയും കുർത്തിയെല്ലാം ധരിപ്പിച്ച് പ്രഭുജി മാതാജീസിനെ അല്ലാതെ നമ്മൾ ഈ ഒരു സമയം സീരിയലൊക്കെ നടക്കുന്ന പ്രകൃതിയായിട്ട് നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. വൈകുന്നേരം 7 മണി സമയമൊക്കെ. അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഇപ്പോൾ ഭഗവാനെ കുറിച്ച് കേൾക്കുവാനും ഭഗവാനെ നാമം ജപിക്കാനും ആ സമയം നമ്മളെല്ലാം ഉപയോഗിക്കുന്നു. അതിനെല്ലാം കാരണം ശീലപ്രഭുപാദാണ്. ശീലപ്രഭുപാദ് ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ ശക്തി ആവേശ അവതാരമാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതായത് പ്രഭുപാദിന്റെ ഗോഡ് ബ്രദേഴ്സ് പറയുന്നതാണ്. ശീലപ്രഭുപാദ് സാധാരണ ഒരു വ്യക്തിയല്ല. നിത്യാനന്ദ പ്രഭുവിന്റെ ശക്തി ആവേശ അവതാരമാണ്. ഗൗഡി മഠത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ബ്രദർ ഒരു പ്രണാമന്ത്രം പോലും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ശക്തിയാവേശ സ്വരൂപിണി. അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ ശക്തിയാവേശ അവതാരമാണ് എന്നത്. എന്നിട്ട് പറയുന്നു പാശ്ചാത്യ പ്രാച്യധാരിണി. അതായത് നമ്മുടെ പ്രണാമന്ത്രത്തിൽ പാശ്ചാത്യ ദേശധാരണി എന്ന് മാത്രമാണ്. എന്നാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രണാമന്ത്രത്തിൽ പാശ്ചാത്യ പ്രാച്യ, അതായത് ഈസ്റ്റും വെസ്റ്റും എല്ലാം. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആയിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ പ്രണാമത്തിൽ പറയുന്നു ഈസ്റ്റിലും, അതായത് ലോകം മുഴുവനും ഉണ്ട് അല്ലേ. പാശ്ചാത്യ ദേശം മാത്രമല്ലല്ലോ മാറിയിട്ടുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ സൈഡിലും നമ്മുടെ ഇന്ത്യ,
ലോകമെമ്പാടും ഹരികൃഷ്ണ പ്രസ്ഥാനമുണ്ട്. ലോകമെമ്പാടും ശ്രീമദ് ഭാഗവതം എല്ലാ ദിവസവും 8 മണിക്ക് പാരായണം നടക്കുന്നു. കാലത്ത് 4:30 മംഗളാരതി നടക്കുന്നു. തുളസി ആരതി, നരസിംഹാരതി എല്ലാം വളരെ ചിട്ടയോടുകൂടി എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും ഒരേ സമയത്ത് നടക്കുന്നത്. ടൈം സോൺ വ്യത്യാസം ഉണ്ടാവും. അതായത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ പകലും കാലത്തുമായിരിക്കും, പകലും രാത്രിയും ആയിരിക്കും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് എവിടെയെങ്കിലും മംഗളാരതി നടക്കുന്നുണ്ടാവും. അങ്ങനെയാണ്. അതാണ് പ്രഭുപാദിന്റെ ഒരു മഹാകൃപ. ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും കരുണ അവതാരം അല്ലെങ്കിൽ ശക്തിയാവേശ അവതാരമാണ് ശീല പ്രഭുപാദ്. ശീല പ്രഭുപാദിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഗുരുജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ശീല ജയപതാക സ്വാമി ഗുരു മഹാരാജിന്റെ കൃപാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഒട്ടുമിക്ക എല്ലാ ദീക്ഷ കിട്ടിയിട്ടുള്ള ഭക്തരെല്ലാവരും ശീല ജയപതാക സ്വാമി ഗുരു മഹാരാജിന്റെ കൃപയ്ക്ക് പാത്രമായിട്ടുള്ളവരാണ്. ഗുരു മഹാരാജിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. പതിത പാവനാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ബോധം പോലും അദ്ദേഹത്തിന് ഇല്ല. ഈ ഒരു ലോകത്താണ് അദ്ദേഹം ഉള്ളത്. ഇങ്ങനൊരു ഭൗതിക ശരീരം താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും ഉദ്ധരിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ടി വന്നു. അതിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. അദ്ദേഹം പലപ്പോഴും പറയും, ഈ അസുഖങ്ങളൊക്കെ എനിക്ക് ഒരു ലെവലേഷൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അദ്ദേഹം പറയാറുണ്ട്. കാര്യം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഭഗവാൻ ചൈതന്യ മഹാപ്രഭു മാത്രമേ ഉള്ളൂ എൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എസ്റ്റാറ്റിക് ആണെന്നാണ് പറയുന്നത് ഗുരു മഹാരാജ്. അതാണ് ശീല ഗുരു മഹാരാജ്. ആ ശീല ഗുരു മഹാരാജിന്റെ ശിഷ്യരാവാനുള്ള യോഗ്യതയൊന്നും നമുക്ക് ആർക്കുമില്ല. അതും മഹാ കൃപയാണ്. ശീല ഗുരു മഹാരാജിനെ പാദങ്ങൾ നമസ്കരിക്കുന്നു. അതേപോലെ ഈ ഒരു സത്സംഗം ഇന്നിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അരവിന്ദാക്ഷൻ പ്രഭുവാണ്. പ്രഭു വന്ന് അവസാനം കണ്ട സമയത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു സത്സംഗം കൂടെ പ്രഭുവിന് ഒഴിവുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ പറയണമെന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഒരു ദിവസമായത്. ഞാൻ കഴിഞ്ഞ 3 ദിവസം തിരുവനന്തപുരത്തായിരുന്നു. 2.5 മണിക്കൂറും 6 ക്ലാസ്സുകളുമായിരുന്നു. എൻ്റെ തൊണ്ട വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയായി ഞാൻ ഇപ്പോൾ വീട്ടിൽ. എന്നാലും ഭഗവാൻ നമുക്ക് നാവും നമുക്ക് ശരീരമൊക്കെ തന്നിട്ടുള്ളത് ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ടാണ്. അത് ഭാഗവതത്തിൽ ഉടനീളം പറയുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ നമ്മൾ സേവനങ്ങൾ ചെയ്യാൻ നോക്കുന്നു. ഇവിടെ ഭംഗിയായിട്ട് നിങ്ങളൊക്കെ കീർത്തനം ചെയ്തു. ഇപ്പോൾ ഇതേപോലെ ഓരോ അംഗങ്ങളും ഓരോ സെൻസസും ഭഗവാൻ തന്നിട്ടുള്ളത് ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ചെറിയ ശ്രമമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് പ്രസാദം ഉണ്ടാവും. ഒരുപാട് മാതാജിമാരത് കുക്ക് ചെയ്തിട്ടുണ്ടാവും. അവരുടെ സേവനം, അവരുടെ കഴിവുകൾ അവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഭഗവാൻ സമർപ്പിക്കുന്നു. അതൊരു വലിയൊരു സേവനമാണ്. ഇവിടെ നിന്ന് ക്ലാസ് എടുക്കൽ മാത്രമല്ല സേവനം. ഇത് എളുപ്പമാണ്, അത് എളുപ്പമല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ മാതാജീസിന്റെ കോൺട്രിബ്യൂഷൻ പറയാനില്ല. പ്രഭുജീസും അത് പുറമെ പോയി ജോലി ചെയ്യുന്നതും ഒരുപക്ഷെ സമ്പാദിക്കുന്നതും പ്രഭുജികളായിരിക്കും. പക്ഷേ മാതാജിമാരുടെ കോൺട്രിബ്യൂഷൻ അതിനേക്കാൾ വലുതാണ്. ശരിക്കും ഇത്രമാത്രം ഡീറ്റീസിന്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സേവനങ്ങളുണ്ട്. നമ്മൾ ഒരിക്കൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് പ്രഭുജീസ് ചെയ്യുന്നത് മാതാജിമാർ ചെയ്തും മാതാജിമാർ ചെയ്യുന്ന പ്രഭുജികളും ചെയ്യുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ട്രയൽ അടിച്ചു കഴിഞ്ഞാൽ അറിയാം എന്ത് സംഭവിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി ഫെയിൽ ആവും ആ കാര്യത്തിൽ. കാര്യം ഇത്രയും നേരം അടുക്കളയിൽ ചൂടത്ത് നിൽക്കണം. അത് വേനൽക്കാലാവട്ടെ, ഏത് സമയമാണെങ്കിലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. വീട് വൃത്തിയാക്കണം, അമ്പലമാണ് വീടപ്പോൾ അമ്പലം പോലെ തന്നെ കണക്കാക്കണം. ഒരുപാട് സേവനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്ത്രീ പുരുഷനുള്ള വ്യത്യാസമില്ലാതെ ഭഗവാനെ സേവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ടാവും. അതെന്താണ് കഴിവ് എന്നുള്ളത് ഭഗവാന്റെ കൃപ കൊണ്ട്, ഗുരുവിന്റെ കൃപ കൊണ്ട് നമുക്ക് മനസ്സിലാവും. കഴിവെന്ന് പറയുന്നത് നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നതല്ല. നാച്ചുറലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോട് ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഭഗവാൻ നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി തരും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമ്മൾ അതിൽ
ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് ഭക്തരെ ഞാൻ മീറ്റ് ചെയ്തു തിരുവനന്തപുരത്ത്. അതിൽ കുറേ പേര് പാട്ട് പാടുന്നവരുണ്ട്, കുറേ പേര് വരയ്ക്കുന്നവരുണ്ട്, അങ്ങനെ പല സ്കിൽസ് ഉള്ള ആളുകളെ കണ്ടു. ഒരുപാട് മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ കഴിവുകളായിരിക്കും ഭഗവാൻ കൊടുത്തിട്ടുണ്ടാവുക. എല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ. ഇന്നത്തെ സത്സംഗം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അരവിന്ദ് ലക്ഷം പ്രഭുവാണ്. അതേപോലെ തന്നെ ഹോസ്റ്റ് ചെയ്യുന്നത് മുകുന്ദൻ പ്രഭുവാണ്. അതേപോലെ ഒരുപാട് ചിന്മയശത്തിന്റെ പ്രഭു പറഞ്ഞ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഭക്തനാണ്. എല്ലാവരും ഇവരെല്ലാവരും തീർച്ചയായിട്ടും അവരുടെ മഹാകൃപ കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തുന്നത്. ഞാൻ എല്ലാ ഭക്തരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തിഹം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പദരൂപേശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്ന് ഗീതാ ജയന്തിയാണ്. വളരെ വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു ദിവസം, എല്ലാം കൊണ്ടും വളരെ ഉത്തമമായിട്ടുള്ള ദിവസം തന്നെയാണ് നമ്മൾ ഇന്ന് സത്സംഗം കൂടിയിട്ടുള്ളത്. ഒന്ന് ഗീതാ ജയന്തി, രണ്ട് ഏകാദശി. അതും ഗുരുവായൂർ ഏകാദശി വർഷത്തിലൊരിക്കൽ നമ്മൾ ആഘോഷിക്കുന്ന ഇന്ന് ഗുരുവായൂർ അവിടെ കോടിക്കണക്കിന് ആളുകളാണ് അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്നത്. നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും. പക്ഷേ അതിമനോഹരമായിട്ടുള്ള ദിവസം, അതായത് മഹത്വപൂർണ്ണമായിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. ഗീതാ ജയന്തി പ്രമാണിച്ച് നമ്മൾ ഗീതയിൽ നിന്ന് ഒരു ശ്ലോകം വായിച്ച് ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം കൂടെ വായിച്ച് പിന്നെ നമുക്ക് മുന്നോട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകാം. പുസ്തകം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വായിച്ചോളാം.
ഭഗവത്ഗീത 12-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. ഭഗവത്ഗീതയെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ, ഇവിടെ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഭഗവത്ഗീത യഥാരൂപം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ വീട്ടിൽ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും, അത് മടിയൊന്നും വേണ്ട. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ദിവസം വന്നതാണ്. ആരെങ്കിലും ഭഗവത്ഗീത യഥാരൂപം, വേറെ ഭഗവത്ഗീത വെർഷൻ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ യഥാരൂപം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഈ ഭഗവത്ഗീത ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം തന്നെയാണ്, ഒരു സംശയമില്ല. ഭക്തി മാർഗത്തിൽ കാൽ വയ്ക്കുന്ന ഓരോരുത്തരും ഭഗവത്ഗീത വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഭഗവത്ഗീത നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ശ്രീമദ് ഭാഗവതത്തിലെ ലീലകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ വിചാരിക്കും ഭഗവാന്റെ കഥ കേൾക്കാൻ നല്ല രസമാണ്, ശരിയാണ്, നല്ല രസമാണ്, സംശയമൊന്നുമില്ല. ഭഗവാൻ ലീലാപുരുഷോത്തമനാണ്, അദ്ദേഹം ലീലകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആകർഷിതരാവും നമ്മൾ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തത്വങ്ങൾ അറിയില്ലെങ്കിൽ നമുക്കും സിനിമാ നടന്മാരോടും സിനിമാ നടികളോടും ആകർഷണം തോന്നുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം പറയും, ഓ സിനിമ. അതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അതിന് മുമ്പ് സിനിമ കാണാത്തൊരു ആരും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആരും വൈകുന്നേരത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ആൾക്കാരല്ല. ഈ ഭൂതിയിലൊക്കെ കാലകാലങ്ങളായിട്ട് കറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. സിനിമയും സീരിയലൊക്കെ ഒരു സമയത്ത് നമ്മുടെ ജീവനായിരുന്നിട്ടുണ്ടാവും. ഈ സമയമൊക്കെ സ്പെഷ്യൽ സീരിയലുകളൊക്കെ നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്കതിലെ പല ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു അട്രാക്ഷൻ തോന്നും, അറ്റാച്ച്മെന്റ് തോന്നും, അല്ലേ? ചില ആളുകളിലൊക്കെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഭക്തരുടെ വീട്ടിൽ പോയാൽ എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോകൾ കാണുന്നത് ചുമരിൽ മുഴുവനും, അതേപോലെ സിനിമ നടന്മാരുടെയും നടിമാരുടെയും ഫോട്ടോ കാണുന്ന ഇത്രയും വീടുകളുണ്ടാവും, ഒരുപാട്. ഇപ്പോഴും പോയി കഴിഞ്ഞാൽ കാണാം. നമുക്ക് തമാശയായിട്ട് തോന്നുന്നു, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ടുണ്ടാവും, അതൊക്കെ മാറി കൃഷ്ണന്റെ ചിത്രമായിരിക്കും. എന്താണെങ്കിലും ഇപ്പോൾ ആകർഷണം നമുക്ക് തോന്നും പല രീതിയിൽ. ഒരു സിനിമാ നടനോടും നടിയോടും തോന്നുന്ന ആകർഷണം, അതും ഒരു ആകർഷണമാണ്. ഭഗവാനോട് തോന്നുന്ന ആകർഷണമാണ്. വ്യത്യാസം എന്താണ്? തത്വങ്ങൾ അറിയാതെ ആണെങ്കിൽ നമുക്ക് ആ രണ്ട് ആകർഷണം തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ, എന്നിട്ട് നമുക്ക് ഭഗവാനോട് തോന്നുന്ന അട്രാക്ഷൻ ആണെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്ന ആളുകൾ, അതിപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരാളോട് നമുക്കൊരു ആകർഷണം തോന്നുന്ന പോലെയാണ്. കണ്ണിന് നല്ല സുഖം കിട്ടുന്നു, നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ. ആളെ മാത്രമല്ല, ഭംഗിയുള്ള നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴും നമുക്ക് ആകർഷണം തോന്നും, അല്ലേ? ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ്. കണ്ണുകൾക്ക് നല്ലത് കാണാനുള്ള ആഗ്രഹമാണ്, ചെവികൾക്ക് ഇമ്പമുള്ളത് കേൾക്കാനുള്ള ആഗ്രഹമായിരിക്കും, മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ഇന്ദ്രിയ വസ്തുക്കളുണ്ട്, അതനുസരിച്ച് നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്നു. അപ്പോൾ ഭഗവാന്റെ കഥകൾ എല്ലാവർക്കും ആകർഷണം തരുന്നതാണ്. എന്നാൽ തത്വങ്ങൾ അറിയാതെ അത് കേൾക്കുവാണെങ്കിൽ അത് വെറും ഒരു എന്റർടൈൻമെന്റ് ആവും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, നമ്മുടെ ഹൃദയത്തിന് പരിവർത്തനമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭഗവത്ഗീത പഠിക്കണമെന്നുള്ളത്. ഭാഗവതത്തിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ ഭഗവത്ഗീത പഠിച്ച് അതിലെ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ശരിക്കും യോഗ്യത നേടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഭഗവത്ഗീത മുഴുവനും പഠിച്ച് ഓരോ ശ്ലോകങ്ങളും മനസ്സിലാക്കി കാലം കുറേ എടുക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഭാഗവതം ഇനി എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുമോ? അതുകൊണ്ട് നമ്മുടെ ഗുരുജനങ്ങളും പ്രഭുപാദൊക്കെ വളരെ കാരുണ്യവാന്മാരാണ്. അവർ പറയും, ഭഗവത്ഗീത നിങ്ങൾ പഠിച്ചു തുടങ്ങും, കൂട്ടത്തിൽ പതിയെ ഭാഗവതവും പഠിച്ചു തുടങ്ങും. ഭാഗവതം പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 12 സ്കന്ധങ്ങളുണ്ട്, 18,000 ശ്ലോകങ്ങളുണ്ട്. ഇനി അതിനപ്പുറത്തൊരു ചൈതന്യ ചരിതാമൃതമുണ്ട്. ഗൗഡി വൈഷ്ണവരുടെ മഹാനിധിയാണ് ചൈതന്യ ചരിതാമൃതം. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ പറയുന്നത്. ചൈതന്യ ചരിതാമൃതം പറയുന്നത് അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെന്ന് പറയുന്നു. ഭഗവത്ഗീത പ്രഭുപാദ എപ്പോഴും പറയും എന്താണെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷനാണ് ഭാഗവതം, പോസ്റ്റ് ഗ്രാജുവേഷനാണ് ചൈതന്യ ചരിതാമൃതം. പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടുള്ള ചൈതന്യ ചരിതാമൃതം നമുക്ക് തുടരണമെങ്കിൽ ഭാഗവതത്തിലെ കാര്യം ഭാഗവതം പഠിച്ചിരിക്കണം, അതാണ് നിയമം. ഭഗവത്ഗീത പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭാഗവതം തുടരണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ കുറെ വർഷങ്ങൾ പഠിക്കും. നമുക്ക് സംശയവും ഇതൊക്കെ
സാധിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഗുരുജനങ്ങൾ എന്ത് ചെയ്യുന്നു പറയുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഭഗവത്ഗീത പഠിച്ചു തുടങ്ങൂ, നല്ല രീതിയിൽ പഠിക്കും, തത്വങ്ങൾ മനസ്സിലാക്കൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കൂ, എന്നിട്ട് ഭാഗവതം തുടങ്ങിക്കോളൂ. അത് അപ്പോൾ ഭാഗവതം തുടങ്ങുമ്പോൾ ഇത് ഉപേക്ഷിക്കല്ല വേണ്ടത്, ഭഗവത്ഗീത പഠനം തുടരണം. അത് ചൈതന്യ ചരിതാമൃതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത മാറ്റിവെച്ചിട്ടുള്ള ഒരു പഠനമല്ല, ഭഗവത്ഗീതയിലെ തത്വങ്ങൾ മുഴുവൻ നമുക്കറിയാം. അതിനൊരു സംശയമാണ്. അതിനർത്ഥം എല്ലാ ശ്ലോകങ്ങളും അറിയണം എന്നുള്ളതല്ല, തത്വങ്ങൾ അറിഞ്ഞിരിക്കും. ഒരു കാര്യം പ്രഭുപാദ് പറയുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതാണ് പഠനത്തിന്റെ ഒരു നല്ല രീതിയിൽ പഠിച്ചാൽ കിട്ടുന്ന ഒരു ഗുണം. അതായത് പ്രഭുപാദിന്റെ ഒരു മൂഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രഭുപാദിന്റെ ഒരു ഭാവം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തനിയെ തന്നെ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു ഭഗവത്ഗീത നോക്കുവാണെങ്കിൽ 3 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ കർമ്മയോഗം പറയുന്നു, അവസാനത്തെ 6 അധ്യായങ്ങളിൽ ജ്ഞാനയോഗം പറയുന്നു, നടുക്കുള്ള 6 അധ്യായങ്ങൾ ഭക്തിയോഗമാണ്. ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ നമ്മുടെ ഒരു ആചാര്യനാണ്. അദ്ദേഹം ഈ ഒരു ഭഗവത്ഗീതയെ ഈ 3 തിരിച്ചിട്ടുള്ളതിനെ ഉപമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മനോഹരമായിട്ടുള്ള ഒരു ജ്വല്ലറി വെക്കുന്ന ഒരു ബോക്സ് ആയിട്ടാണ് അദ്ദേഹം ഉപമിക്കുന്നത്. അതായത് ജ്വൽ ബോക്സ്, ഇതിനകത്ത് മൂടിയുണ്ട്, താഴ്ഭാഗവും ഉണ്ട്, ആ ബോക്സിന്റെ ഭാഗമുണ്ട്, താഴ്ഭാഗം ഉണ്ടാവും. അതിനകത്ത് രത്നങ്ങളുണ്ട്. സന്തോഷ് പ്രഭു ജ്വല്ലറി എന്ന് പറയുന്നത് സന്തോഷ് പ്രഭുവിന് ഓർമ്മയുണ്ട്. അപ്പോൾ താഴെയുള്ള ഭാഗം കർമ്മയോഗം, മുകളിലുള്ളത് ജ്ഞാനയോഗം, അതായത് മൂടി. അതിൽ ഭംഗിയായിട്ടുള്ളൊരു ബോക്സ് ആണെന്ന് സങ്കല്പിക്കാം നമുക്ക്. അതിന്റെ അകത്തുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? രത്നങ്ങളിരിക്കുന്നത് അതിനകത്താണ്. ആ രത്നങ്ങൾ പോലെയാണ് പറയുന്നത് ഭഗവത്ഗീതയിലെ ഭക്തിയോഗം എന്ന് പറയുന്ന സെക്ഷൻ. ഭക്തിയോഗം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട നമ്മൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, വളരെ ഭദ്രമായിട്ട് അലമാരയിൽ കൂട്ടുന്നത് പോലെ ഈ ഒരു ബോക്സ് അദ്ദേഹം ഉപമിക്കുന്ന അങ്ങനെയാണ്. ഭക്തിയോഗമാണ് ഭഗവത്ഗീതയുടെ സാരം. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നല്ല ഭംഗിയുള്ള ബോക്സ് ഉപയോഗിച്ച് അതിൽ ജ്ഞാനയോഗം കർമ്മയോഗം കൊണ്ട് അത് കവർ ചെയ്തിരിക്കുന്നു. പക്ഷേ എസെൻസ് എന്താണ്? ഭക്തിയോഗം. ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭക്തി, എന്താണ് കർമ്മയോഗം, എന്താണ് ജ്ഞാനയോഗം? കേൾക്കട്ടെ, എന്താണ് കർമ്മയോഗം? തുളസി പറയൂ. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി, കർമ്മം ഭക്തിയായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് കർമ്മയോഗം. കർമ്മത്തിലൂടെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ഷൻ വരുമ്പോൾ അതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലേ? നമ്മൾ ഒരുപാട് ഉദാഹരണത്തിന് ജോലി ചെയ്യാൻ പോകുന്നു, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുമ്പോൾ ആ വരുമാനത്തിലെ ഭാഗം ഭഗവാന്റെ സേവനങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് കർമ്മം ചെയ്യുന്നു, നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നു, അല്ലേ? കർമ്മയോഗമായി മാറുന്നു. ജ്ഞാനയോഗം എന്താണ്? ജ്ഞാനം ഭഗവാനായിട്ട് കണക്ഷൻ, നമ്മുടെ ജ്ഞാനം ഭഗവാനുമായിട്ട് കണക്ഷൻ. ധ്യാനയോഗം, ധ്യാനം ഭഗവാൻ. ഇപ്പോൾ കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നു. ഭക്തിയോഗവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ധ്യാനയോഗം ഇവിടെ 6-ാമത്തെ അധ്യായത്തിലാണ്, ഏകദേശം 6-ാമത്തെ അധ്യായത്തിലാണ് ധ്യാനയോഗത്തെ കുറിച്ച് പറയുന്നത്. ജ്ഞാനയോഗം മെയിൻ ആയിട്ട് വരുന്നത് 13-ാമത്തെ അധ്യായം മുതൽ അവസാനം വരെയാണ്. ഭക്തിശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, യൂണിറ്റ് 3 കുറച്ച് നമുക്ക് ഫിലോസഫി ആയി പോകും, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് 17-ാമത്തെ അധ്യായത്തോടു കൂടി ഭഗവാൻ ഭഗവത്ഗീത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 18-ാമത്തെ അധ്യായം എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺക്ലൂഷനാണ്, ഒരു സാരമാണത്. ഇതുവരെ പറഞ്ഞതെല്ലാം കൂടെ അദ്ദേഹം ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്തുകൊണ്ട് ഫൈനലി അദ്ദേഹം പറയുന്നു സർവ്വധർമാൻകാരെ തീർച്ചയായും ശരണം. അതിന് തൊട്ട് മുമ്പ് പറയുന്നു മന്മനാഭാവം ഭക്തോ മതിയാജ്യം നമസ്കൃതം. ഈ ശ്ലോകം വരുന്നു. അപ്പോൾ ഭക്തിയോഗം നമ്മൾ ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി എല്ലായിടത്തും ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഒരിക്കൽ അദ്വൈതാചാര്യ എല്ലാവർക്കും അറിയും, അറിയാത്തവരാരെങ്കിലും. അദ്വൈതാചാര്യ ഒരു ദിവസം മഹാപ്രഭുവിന്റെ ലീലയിൽ അദ്ദേഹം വളരെ വിഷമിച്ച് ഉപവാസം എടുക്കുകയാണ്. ഉപവാസത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഭഗവത്ഗീത പഠിക്കുമ്പോൾ 700 ശ്ലോകങ്ങളുണ്ട്, അല്ലേ? അതിലെ ഒരു ശ്ലോകം ഒഴിച്ച് ബാക്കി എല്ലാ ശ്ലോകത്തിലും അദ്ദേഹം ഭക്തി കാണുന്നുണ്ട്. അതിനകത്ത് ഒരു ശ്ലോകത്തിൽ മാത്രം അദ്ദേഹം കാണുന്നില്ല, അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് തെളിഞ്ഞു വരുന്നില്ല.
ബാക്കി എല്ലാ ശ്ലോകത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട് ഭക്തി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അത് പ്രഭുപാദിന്റെ ഭാവാർത്ഥം വായിക്കുമ്പോൾ മനസ്സിലാവും, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അദ്വൈതാചാര്യ സാധാരണ ഒരു വ്യക്തിയല്ല, ഞാൻ മനുഷ്യനായിട്ടുള്ളൊരു ഭക്തനാണ്, പറയുമ്പോൾ ഭഗവാന്റെ തന്നെ അവതാരമാണ്. അദ്ദേഹത്തിന് ഒരു ശ്ലോകം അതിൽ ഭക്തി ഇല്ലാതെ തോന്നുമ്പോൾ അദ്ദേഹം കരയുണ്ട്, കരഞ്ഞ് ഉപവാസം എടുക്കുന്നു. ചൈതന്യ മഹാപ്രഭു ഈ ഒരു വിവരം അറിയും. ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ഉപവാസം എടുക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞ അദ്ദേഹത്തെ കാണുന്നു, മഹാപ്രഭുവിനോട് പറയുന്നു, ഇങ്ങനെ ഇതുകൊണ്ടാണ് ഞാൻ ഉപവാസം എടുക്കുന്നത്. അപ്പോൾ ഏത് ശ്ലോകമാണ് എന്നുള്ളത് അവിടെ പറയുന്നില്ല, ചോദിക്കേണ്ട ആരും എന്നോട്. എന്നാൽ ഒരു ശ്ലോകമുണ്ട്, ശ്ലോകം, ആ ശ്ലോകത്തിലെ എസെൻസ് മഹാപ്രഭു അത് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിനും ഭക്തി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, ഭഗവത്ഗീതയിൽ ഉടനീളം നമ്മൾ വിചാരിക്കും കർമ്മയോഗം ജ്ഞാനയോഗത്തിലും ഭക്തി ഇല്ല എന്നുള്ളത്, പക്ഷെ അതിനകത്തുമുണ്ട്. അതായത് 7ാമത്തെ അധ്യായം മുതൽ 12 വരെ ഓപ്പൺ ആയിട്ട് ഭക്തിയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിൽ ഹിഡൻ ആയിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത ഭക്തിയോഗമാണ് അതിലെ മെയിൻ ആയിട്ടുള്ള എസെൻസ്. ഇപ്പോൾ ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 6ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്, 6ാമത്തെ അധ്യായം കഴിഞ്ഞ് 7ാമത്തെ അധ്യായം മുതൽ ഭക്തിയോഗം ആരംഭിക്കുകയാണ്. ഏതാണ് 6ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം? യോഗിനാമഭി സർവേഷാം ശ്രദ്ധവാൻ ഭജതേ യോ മാം സമയത്തോ തമോ മതഃ. ഈ 7ാമത്തെ അധ്യായത്തിൽ തുടങ്ങുവാണ്. പിന്നെ ഭക്തിയോഗം തുടങ്ങിയത് മതഃ പരതരം ജ്ഞാനം കിഞ്ചിതസ്തി ധനഞ്ജയം മയി സർവമിതം പ്രോക്തം സൂത്രമണികളാണ് 7:7 പറയുന്നു. പിന്നെ മുന്നോട്ട് ത്രോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാലും അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അന്തകാലിച്ച മാം ഏവ സ്മരൺ മുക്തോ കലയും. അവിടെയും പറയുന്നു, ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവരെ എന്നെ ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരും. ഗമ്യം വാക്കി സ്മരൺ ഭവൻ. 9ാമത്തെ അധ്യായം പിന്നെ മുഴുവനും അത് തന്നെയാണ്. സതതം കീർത്തയം തോമ മന്മനാഭാവം ഭക്തി അനന്യശ്ചിന്തയം തോമ. ഒരുപാട് ശ്ലോകങ്ങൾ അവിടെ പറയുന്നു. 10ാമത്തെ അധ്യായത്തിൽ ചതുർശ്ലോകിയുണ്ട്, എല്ലാവർക്കും അറിയും ചതുർശ്ലോകി. ഭഗവത്ഗീത അറിയാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഭക്തിശാസ്ത്രി, ഭക്തിവൈവ് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. ഭക്തിശാസ്ത്രി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഭക്തിവൈവ് പഠിക്കുന്നത്. അഹം സർവസ്യ പ്രഭു സർവം പ്രവർത്തനം അറിയില്ല, ഇത് പഠിക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും 4 ശ്ലോകം പഠിച്ചില്ല. കഥയന്തിച്ച മന്തുഷ്യം ദുഷ്യന്തിത രമന്തിച്ച യുക്താനാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജനിതമഃ നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാഷ. പിന്നെ അർജുനൻ അവിടെ തുടങ്ങുവാണ്. അർജുന അവിടെ പറയും പരം ബ്രഹ്മ പരമം പവിത്രം പരമം മുമാൻ. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഉടനീളം നമ്മൾ കാണുന്നു ഭക്തി ഭക്തി ഭക്തി. പിന്നെ 9:26 എന്ന് പറയുന്നു പത്രം പുഷ്പം. അതറിയാം, സമാധാനം. അത് മാത്രമേ അറിയുള്ളൂ. 108 ശ്ലോകങ്ങൾ, പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുണ്ട്. അതിൽ പകുതി ആകുമ്പോഴേക്കും അടുത്ത വർഷം ആകുമ്പോഴേക്കും പകുതി പഠിച്ചോ. 52 ശ്ലോകം. ഞാൻ ചോദിക്കും മനസ്സിലാക്കണം. കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്, കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമ്പോഴേക്കും ഓർമ്മ നിൽക്കില്ല. പറയുന്നത് ഭക്തിയോഗമാണ് ഉടനീളം. എന്താണ് ഭക്തി? അത് കേൾക്കട്ടെ. എന്താണ് ഭക്തി? സേവനം, ഭക്തി, എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഭഗവാനെ സേവിക്കുന്നത് ഭക്തിയുടെ ഒരു ഡെഫിനേഷനാണ്. വേറെ ഇനിയുണ്ടല്ലോ രൂപഗോസ്വാമിയുടെ ഡെഫിനേഷൻ എന്താണ്? അന്യാഭിലാഷിതാശൂന്യം അനകർമ്മേന അനവൃതം അനുകൂലേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തം. ശ്ലോകങ്ങൾ അറിയാത്തവരെ കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിലെല്ലാം പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഭഗവാൻ പറയുന്നു, അല്ലെങ്കിൽ ആചാര്യന്മാർ പറയുന്നു, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹബന്ധമാണ്. നമ്മളും ഭഗവാൻ നമ്മുടെ സ്നേഹമാണ്. അവിടെ ബിസിനസ് ഡീൽ ഇല്ല. 100 രൂപ കൊടുക്കുന്നു, 1000 ചോദിക്കുന്നു, ഇതല്ല ഭക്തി. നമ്മൾ ആദ്യമൊക്കെ അമ്പലങ്ങളിൽ പോയി ചെയ്യുന്നുണ്ടായിരുന്നത് ബിസിനസ് ആയിരുന്നു.
100 രൂപ കൊണ്ട് വഴിപാടായി ആ വിളക്ക് ഈ വിളക്ക് ഈ വിളക്ക് പുഷ്പാഞ്ജലി ശത്രു സംഹാരം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. കൂട്ടത്തിൽ കുറച്ച് പണത്തിൽ പൈസ വരുന്നുണ്ടാവും. ചോദിക്കുന്നത് വലിയ വലിയ ലിസ്റ്റുകളായിട്ടാണ് നമുക്ക് പോകുന്നത് അല്ലേ. അത് ബിസിനസ്സാണ് ആക്ച്വലി, ഒരു സംശയമില്ല കാര്യത്തിൽ. അതല്ല ഭക്തി, അതിനെ ഭക്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ അഭിലാഷിത ശൂന്യം, വേറെ അഭിലാഷങ്ങളില്ലാതെ, അതായത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ. ഒരു കുഞ്ഞിനെ, ചെറിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മ നോക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഒരു വർഷം നമ്മൾ എടുക്കുവാണെങ്കിൽ ആ കുഞ്ഞിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് അമ്മയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് കുട്ടിയിൽ നിന്ന്? ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതും ആദ്യത്തെ 1 വയസ്സ് 1.5 വയസ്സ് വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ തുടങ്ങും. 2 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷകളായി രണ്ടുപേരും. കുട്ടിയും പ്രതീക്ഷിക്കുന്നു, അമ്മയും പ്രതീക്ഷിച്ചു കൊടുക്കും. പിന്നെ കഴിഞ്ഞ് ആ സ്നേഹം അവിടെയും മലിനമാകും. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്നേഹവും എല്ലാ ബന്ധങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ റിലേഷനാണ്, എല്ലാം ശരിയാണ്. ഭാര്യ ഭർത്താവ് കുട്ടികളായിട്ട് റിലേഷൻ, അച്ഛനമ്മയുടെ റിലേഷനൊക്കെ എല്ലാ റിലേഷൻസ് ആണ്. പക്ഷെ എല്ലായിടത്തും കുറച്ച് സ്വാർത്ഥതയുണ്ട്. ആർക്കെങ്കിലും ഇല്ല എന്ന് പറയാൻ സാധിക്കും? എല്ലാവരും നമ്മൾ പറയുന്നത് പോലെ കേൾക്കുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ പറയുന്നത് ഫോളോ ചെയ്തില്ലെങ്കിൽ അടിയായി. സിമ്പിളാണ്. അപ്പോൾ അതാണ് സ്വാർത്ഥതയില്ലാത്ത ഒരു ബന്ധവും ഇല്ല അവിടെ ഈ ലോകത്തിലെ പ്രശ്നം. ഒന്നാമത് കലിയുഗമാണ്, ഒന്നാമത് ഭൗതിക ലോകമാണ്, ത്രിഗുണങ്ങളുടെ അധീനതയിലാണ് നമ്മൾ. രണ്ടാമത് കലിയുഗത്തിലാണ്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നല്ല ഇതേപോലെ അടികൂടാൻ ഫേവറബിൾ ആയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും. കൂട്ടത്തിൽ ഒരുപാട് അനർത്ഥങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം കൂടെ വന്ന് അവയിൽ പരുവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്വാർത്ഥതയില്ലാതെ ഒന്നുമില്ല. എന്നാൽ ഭക്തി എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിരിക്കും. നിസ്വാർത്ഥം, അതായത് ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഭക്തി. അതിനെയാണ്, അതുകൊണ്ടാണ് പ്രേമം എന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്നത്. കൃഷ്ണപ്രേമം. പ്രേമം എന്ന് പറയുന്നത് ആക്ച്വലി പ്രേമം എന്ന് പറഞ്ഞാൽ അതിനെയാണ്, നിസ്വാർത്ഥമായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രേമം ഈ ലോകത്തെ പ്രേമമല്ല, അത് പ്രേമമല്ല, അതിന് വേറെ എന്തെങ്കിലും പേരാണ് പറയേണ്ടത്. അത് ശരീരത്തോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ്. അത് പ്രേമമേ അല്ല. പ്രേമം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തോന്നേണ്ട കാര്യമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ട് അത് ശാശ്വതമായിട്ട് ഉള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാധു കപുനായി ശ്രവണാദി ചിത്തത്തെ കരയുണ്ടായി. ചൈതന്യ ചരിതാമൃതം പറയുന്നു, നിത്യസിദ്ധമാണ് കൃഷ്ണപ്രേമം. അത് എവിടെ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മൂടിയിരിക്കുന്ന അവസ്ഥയാണ്, കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ പുറത്തു കൊണ്ടുവരേണ്ടതാണ് നമ്മൾ ചെയ്യുന്നത്. പുറത്തു കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നതിന്റെ വഴിയാണ് ശ്രവണാദി. ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം നവവിധ ഭക്തിയെല്ലാം അതിനെ നമ്മൾ സഹായിക്കുന്നു. അപ്പോൾ ശ്രീലപ്രഭുപാദ് ഇവിടെ 12ാമത്തെ അധ്യായത്തിലെ ഈ ശ്ലോകം ഞാൻ വായിക്കുന്ന മനോഹരമായ ശ്ലോകമാണ്. ഭഗവാൻ പറയുന്നു 12:2. ഓക്കെ, ശ്രീ ഭഗവാൻ വാച മയാവേശ്യ മനോ യേ മാം മയാവേശ്യ മനോ യേ മാം മയ്യാവേശ മനോ യേ മാം മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസത്തെ നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ ശ്രദ്ധയാ പരദോയാസ്തേ ശ്രദ്ധയാ പരയോപേതാസ് ശ്രദ്ധയാ പരയോപേതാസ് ते मे युक्ता तमामता ते मे युक्ता तमामदा. विवर्तन भावार्थम बाय एसी भक्तिवेदांत स्वामी महाराज श्रील प्रभुपाद की जय. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവനാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. മലയാളം വായിക്കാൻ അറിയാം? ഭാവാർത്ഥം വായിക്കൂ. ചെറിയ ഭാവാർത്ഥമാണ്, പെട്ടെന്നാണ്. മൈക്ക് ഉറക്കെ വായിക്കണം. മൈക്ക് എടുത്ത് പിടിക്കൂ.
ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടോ? വായിക്കണം. ആർക്ക് വായിക്കാം? ആർക്ക് വായിക്കണം? മലയാളം നല്ലവണ്ണം ഉറക്കുറക്കെ വായിക്കും. തരും പുസ്തകം തരും. ആ വായി- മോൻ വായിക്കും. ഈ മോൾക്ക് കൊടുത്തു. ഈ മോൾക്ക് കൊടുത്തു. മോൾക്ക് മലയാളം അറിയില്ലെങ്കിൽ ഞങ്ങൾ അറിയോ മലയാളം? ഈനോ തന്റെ വ്യക്തി രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രീകരിച്ച് ശ്രദ്ധിക്കണം എല്ലാവരും. ഭക്തി ശ്രദ്ധകളോടെ ആരാധിക്കുന്നവരാണ് യോഗത്തിൽ പൂർണ്ണത കൈവരിച്ചവരെന്ന് അർജുനന്റെ ചോദ്യത്തിന് വ്യക്തമായി കൃഷ്ണൻ ഉത്തരം നൽകുന്നു. അങ്ങനെ കൃഷ്ണാവബോധം ഉറച്ച ഒരാൾക്ക് ഭൗതിക പ്രവർത്തനങ്ങളിൽ അയാൾ എല്ലാം കൃഷ്ണാർപ്പണമായാണ് ചെയ്യുന്നത്. ശുദ്ധഭക്തൻ എല്ലായ്പ്പോഴും കൃഷ്ണോപാസനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ അയാൾ ജപിക്കുന്നു, കൃഷ്ണനെ കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു. ചിലപ്പോൾ പ്രസാദം പാകം ചെയ്യുന്നു, ചന്തയിൽ പോയി കൃഷ്ണനു വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നു. ചിലപ്പോൾ ക്ഷേത്രമോ പാത്രങ്ങളോ കഴുകി വെടിപ്പാക്കുന്നു. എന്തു തന്നെ ചെയ്യുന്നതും കൃഷ്ണനു വേണ്ടിയാണ്. കൃഷ്ണനർപ്പിക്കപ്പെടാത്ത കർമ്മങ്ങളിലേർപ്പെട്ട് ഒരു നിമിഷം പോലും അയാൾ പാഴാക്കുകയില്ല. ഇപ്രകാരമുള്ള പ്രവർത്തനം തന്നെയാണ് ശരിയായ സമാധി. പേരെങ്ങനെയാ? പ്രണയ്. പ്രണയ് പ്രഭു കി ജയ് ഹോ. ആർക്കെങ്കിലും പറയാൻ സാധിക്കും എന്തെങ്കിലും ഒരു പോയിന്റ് കേട്ടിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. മതി പറയും. ഞാൻ ഭക്തിശാസ്ത്രി ഭക്തിയുടെ ടീച്ചറാണ്. അപ്പൊ ചില സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. കഥ മാത്രമല്ല പറയാം. കൃഷ്ണന് വേണ്ടി എന്തും ചെയ്യുന്നത് കൃഷ്ണന് വേണ്ടി പലരും പല കാര്യങ്ങളാണ് ചെയ്യുക. ചിലര് പ്രഭു പറഞ്ഞ പോലെ ചിലര് കുക്ക് ചെയ്യണതായിരിക്കും മറ്റേ സേവ, പിന്നെ ചന്തയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. മധുജി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രഭു ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ വന്ന് കഥ പറയാൻ വന്നതാണോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാനാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും മനസ്സിൽ. കേൾക്കട്ടെ, എന്താണ് മധുജി പറഞ്ഞത്? എന്തെങ്കിലും മനസ്സിലായ റിഫ്ലക്ഷൻ പറയുക. ചെറിയ ഭാവാർത്ഥമാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പ്രഭുപാദ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഭഗവാന് വേണ്ടി നമ്മൾ സാധനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സമർപ്പിച്ച് ചെയ്യുക അല്ലേ? ഈ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ പറയുന്നു, പരമജീവിതം പുരുഷൻ പറഞ്ഞു, ഭഗവാൻ പറയുവാണ്, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച്. വ്യക്തിരൂപം, ഭഗവാന്റെ വ്യക്തിരൂപത്തിൽ ആരാധന, അവ്യക്ത രൂപമല്ല. ചിലവർ പറയും ഭഗവാന് രൂപമില്ല എന്ന് പറയും. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട് വ്യക്തിരൂപത്തിൽ ആരാധിക്കണം എന്നുള്ളത്. ഇപ്പം മായവാദത്തെ ഇവിടെ ഖണ്ഡിക്കുന്നുണ്ട്. മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാൻ ആരാധിക്കുന്ന ഒരാൾ കാര്യമാണ് പറയുന്നത്. എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നത്, അതായത് ഭഗവാനെ വിശ്വാസത്തോടു കൂടി ആരാണോ ആരാധിക്കുന്നത്, വ്യക്തിരൂപത്തിൽ ആരാധിക്കുന്നത്, അവർ ഏറ്റവും പരിപൂർണതയുള്ളവരാണെന്ന് ഞാൻ പറയുന്നു. ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാനെ വ്യക്തിരൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടു കൂടി ആരൊക്കെയാണ് ആരാധിക്കുന്നത് അവർ പെർഫെക്റ്റ് ആണെന്ന് ഭഗവാൻ പറയും. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഭഗവാന്റെ ചിത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ഭഗവാന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ശരിയാണോ? ചിത്രമെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ഭഗവാന്റെ ഫോട്ടോകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മൂർത്തി ഉണ്ടാവും. അപ്പോൾ അവിടെ ഇരിക്കുന്നത് വെറുതെ ഒരു മൂർത്തിയല്ല,
വെറുതെ ഒരു ഫോട്ടോ അല്ല, ഫോട്ടോവും ഭഗവാൻ തന്നെയാണ്, ഫോട്ടോയിലുള്ളതും ഭഗവാൻ തന്നെയാണ്. നമ്മൾ ആ ഫോട്ടോയിൽ വെറും ഫോട്ടോ ആയിട്ട് കാണുന്നത്. നമ്മുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ വെറും ഫോട്ടോ ആണ്. ഭഗവാന്റെ ഫോട്ടോ വെക്കുകയാണെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ്. കാര്യം ഭഗവാൻ പരമജീവിതവും പുരുഷനാണ്. അദ്ദേഹത്തെ അതുകൊണ്ടാണ് പരമസത്യം എന്ന് വിളിക്കുന്നത്. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം സത്യം സത്യം പരമ സത്യം സത്യം പരം സത്യം. അപ്പോൾ സത്യം പരം ഭഗവാൻ പരമസത്യമാണ്. അതായത് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തും ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ഭഗവാനുണ്ട്. ഭഗവാൻ തമ്മിൽ വ്യത്യാസമില്ല. ഭഗവത്ഗീത ഭാഗവതവും തമ്മിൽ ഭഗവാൻ വ്യത്യാസമില്ല എന്ന് നമ്മൾ പറയും. ഭഗവാന്റെ വാക്കുകളും ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ലീലകളും ഇതൊന്നും വ്യത്യാസമില്ല. അതായത് എല്ലാത്തിലും ഭഗവാനുണ്ട്, അല്ലേ? ശരിയല്ലേ? അതേപോലെ ചിത്രത്തിലും ഉണ്ട് ഭഗവാൻ. നമുക്ക് ആ വിശ്വാസം ഇല്ലാന്ന് മാത്രം. വീട്ടിൽ കുറേ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. എത്ര വിശ്വാസത്തോടുകൂടി നമ്മളത് ചെയ്യുന്നുണ്ട്. ഇനി വിഗ്രഹങ്ങളുള്ളവരെ കുറേ പേര് ഉണ്ടാവും വീട്ടിൽ. ഗൗരവനിത്തായി ആയിരിക്കാം, ലഡ്ഡു ഗോപാലിനെ കണ്ടു, ലഡ്ഡു ഗോപാൽ ഇല്ലാത്ത വീടുകളില്ല. എന്നാൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ലഡ്ഡു ഗോപാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്പലത്തിൽ ലഡ്ഡു ഗോപാലൻ കണ്ടിട്ടുണ്ടോ? ലഡ്ഡു ഗോപാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗൗഡീയ സമ്പ്രദായത്തിൽ ഗൗരവനിത്തായി ആരാധനയാണ് പറയുന്നത്, രാധാകൃഷ്ണൻ ആരാധനയാണ്. ലഡ്ഡു ഗോപാൽ പ്രഭുപാദന്റെ മൂവ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഇത് കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നു. ലഡ്ഡു ഗോപാൽ ഇല്ലാത്ത വീടുകളില്ല, ഒരുപാട് വീടുകളുണ്ട്. ഇപ്പോൾ നമ്മളത് വെറും ഒരു ചെറിയ അവിടെ ഇരിക്കുന്ന ഒരാൾ, അതായത് ഒരു വിഗ്രഹം അത്രയും കാണുന്നു ചോദിച്ചാൽ അങ്ങനെ തന്നെ വിഗ്രഹം ഇങ്ങോട്ട് നമ്മളോട് പറയും. എന്നാൽ ഭഗവാനാണെന്ന് വിചാരിച്ച് നമ്മൾ സേവിക്കുകയാണെങ്കിലോ തിരിച്ച് നമുക്കതിനുള്ള ഭഗവാൻ അത് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഒരു സംശയമില്ല ഈ കാര്യത്തിൽ. അത് വെറുതെ ഭഗവാൻ അവിടെ വെറുതെ ഇരിക്കുന്നതല്ല. നമ്മൾ വിഗ്രഹമായിട്ട് വെറും ഒരു ബിംബമായിട്ട് കാണുകയാണെങ്കിൽ ബിംബം തന്നെ ആയിട്ട് തന്നെ ഭഗവാൻ തിരിച്ച് നമ്മളോട് പെരുമാറും. നമുക്ക് എന്തൊക്കെ, അതായത് ആ വിശ്വാസം പറയുന്നത് ഇവിടെ ഭഗവാനാണ്. വിശ്വാസം ഇല്ലാതെ ആരാധിക്കുകയാണെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ പൂജകൾ ചെയ്യുമ്പോഴും നാമം ജപിക്കുമ്പോഴും എല്ലാ ദിവസവും 2 നേരം ആരാധന ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ആ ഒരു ഭാവത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഭഗവാൻ തിരിച്ച് നമുക്ക് അത് അറിയിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആ വിശ്വാസം കൂട്ടുന്നത് മാത്രമല്ല, ഉള്ളിൽ ഒരുപാട് തിരിച്ചറിവുകൾ ഭഗവാൻ തരും. നേരെ മറിച്ച് ഒരു വെറുതെ എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ വിശ്വാസമില്ലാതെ ഇതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു, വിശ്വാസത്തോടു കൂടി ആരാണോ എന്നെ ആരാധിക്കുന്നത്. പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ മാർക്കറ്റിൽ പോകുന്ന കാര്യവും, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഭഗവാൻ സമർപ്പിക്കുക എന്നുള്ളത് 1. 2 നാമം ജപിക്കുക, കീർത്തനം ചെയ്യുക, അതേപോലെ തന്നെ സത്സംഗങ്ങൾ കൂടുക. ഇതെല്ലാം ഭക്തിയുത സേവനങ്ങളുടെ ഭാഗമാണ്, അല്ലെ? ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർ, അതാണ് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവരെ ഒരു നിമിഷം പോലും അവർ പാഴാക്കുന്നില്ല എന്ന് വായിച്ചപ്പോൾ നമ്മൾ കേട്ടു, അല്ലെ? ഒരു നിമിഷം പോലും അവർ പാഴാക്കുന്നില്ല. അതായത് 24 മണിക്കൂറും എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭഗവത് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്തരുടെ ശുദ്ധ ഭക്തരുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ കാര്യം ആണോ എന്ന് നമുക്കറിയില്ല. 24 മണിക്കൂർ ഭഗവത് സേവനം എന്ന് പറയുന്നത് 24 മണിക്കൂർ പൂജ ചെയ്തുകൊണ്ടിരിക്കാനല്ല പറയുന്നത്. ആ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവത് ഭാവത്തിൽ ചെയ്യുക, ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ചെറിയ കാര്യമായിരിക്കും, സാരമില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓഫർ ചെയ്യാത്ത വെള്ളമാണ്, കുപ്പി നേരെ തുറന്ന് കുടിക്കുകയാണെങ്കിൽ രസോഹം അപ്സു കൗന്ദര്യ എന്ന് പറഞ്ഞ ശ്ലോകം ഓർക്കുകയാണെങ്കിലോ ആ വെള്ളം കുടിക്കുന്നത് ഭഗവത് സേവനമായി മാറും. ഭഗവാൻ പറയുന്നതുകൊണ്ട് ഞാൻ വെള്ളത്തിലെ രുചിയാണെന്ന് പറയുന്നു ഭഗവത്ഗീതയിൽ. ഇനി കാലത്ത് നമ്മൾ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അതും നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം. പല്ല് തേക്കുമ്പോൾ ഓർക്കാം, അതായത് ഈ പല്ല് തേക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞാൽ നാമം ജപിക്കാൻ പോവാണ്. അപ്പോൾ നാമം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, ഭഗവാനും നാമം തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ നാമം ജപിക്കുമ്പോൾ ഭഗവാൻ നാവിൽ വരുന്നു. അപ്പോൾ ഇത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാൻ വന്ന് ഓടിപ്പോരുത്, അല്ലെ? തമാശയായിട്ട് പറയുന്നതല്ല, ഇങ്ങനെയാണ്. ഇതാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പ്രഭുപാദ ഈ ഒരു പ്രസ്ഥാനത്തിനിട്ടുള്ള കാര്യം എന്താണ്? കൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ബോധം മൊത്തത്തിൽ തിരിയണം. എന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ സ്മരണ വരണം.
കുളിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ശരീരം വൃത്തിയാക്കുന്നത് ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആചാര്യന്മാർ പറയുന്നത്. നാവ് വഴിക്കുന്ന സമയത്ത് ഇത് ഞാൻ പറയാനൊരു കാര്യമുണ്ട്. ഇത് എൻ്റെ ശിക്ഷാഗുരു പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ നാവ് പഠിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഭഗവാനെ ഓർക്കാം. എന്താണെന്ന് അറിയാം, ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ടാഗോർ പറയുന്നുണ്ട് രാധാറാണിക്ക് ടങ് ക്ലീനർ ഉണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഏതൊരു പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ടങ് ക്ലീനർ കാണുമ്പോൾ തന്നെ ഓർമ്മ വരും രാധാറാണി. നാളെ എല്ലാവരും ടങ് ക്ലീനർ കാണുമ്പോൾ ഓർമ്മ വരും രാധാറാണിക്ക് ഉണ്ട് എന്നുള്ളത്. രാധാറാണിയുടെ കേട്ടിട്ടുണ്ട്. അതേപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഭഗവാൻ സമർപ്പിക്കാൻ സാധിക്കാൻ പറ്റാത്തതല്ല. അതിൽ ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി ഇനീഷ്യലി തുടക്കത്തിൽ നമ്മൾ ബോധത്തോടുകൂടി അത് മനസ്സിലാക്കണം. കുറച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി മാറും. ഇനീഷ്യലി ബുദ്ധിമുട്ടാണ്, കാര്യം നമുക്ക് പരിചയമില്ല. ഇപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുന്നത് ആരെങ്കിലും ഈ നിമിഷം വിടുന്നു വലിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ ശ്വാസം വലിക്കുന്നത്? സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? ആരും പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതല്ല, നാച്ചുറലി നടക്കുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ സേവനങ്ങളും നാമമൊക്കെ നാച്ചുറലി. ഇങ്ങനെയാണ് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരൊക്കെ 24 മണിക്കൂറും അവർ എങ്ങനെയെങ്കിലും. ഇപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിയെ കുറിച്ച് പറയുന്നു 22 മണിക്കൂർ അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കും. അതായത് 1000 നമസ്കാരം വൈഷ്ണവരുടെ മുമ്പിൽ, 1000 നമസ്കാരം ഭഗവാന്റെ മുമ്പിൽ, 2000 നമസ്കാരം വൈഷ്ണവരുടെ മുമ്പിൽ. ഇത് ചെയ്യുന്നത് ഓരോ ദിവസവും. എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കരുത്, രഘുനാഥ് ദാസ് ഗോസ്വാമി ചെയ്യാറുണ്ട്. ബാക്കിയുള്ള സമയം അവിടെ ചൈതന്യ ചരിതാമൃതം ഡിസ്കഷൻ എവിടെ രാധാകുണ്ടന്റെ നാട്ടിലിരുന്ന് ചെയ്യുന്നു. പിന്നെ അതേപോലെ നാമം ജപിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ കിടന്നുറങ്ങുന്നത് 2 മണിക്കൂറാണത് മാക്സിമം ഒരു ദിവസം. ആ 2 മണിക്കൂറിലും സംഭവിക്കുന്നത് എന്താണ്? കണ്ണടച്ചു കഴിഞ്ഞാൽ രാധാകൃഷ്ണന്റെ ലീലകളാണ് ഉള്ളത്. ചുരുക്കം പറയുകയാണെങ്കിൽ 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ ബോധം ഇവിടെയല്ല. ഇത് ആചാര്യന്മാർ നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഗോൾ അതാണ് പറയുന്നത്. നമ്മുടെ ഗോൾ അതാണ്. ഇന്ന് അവിടെ അല്ല, നമ്മൾ എവിടെയോ താഴെയാണ്. പക്ഷെ ഇങ്ങനെയും സാധിക്കുന്നുണ്ട്. ആചാര്യന്മാര് നമുക്ക് കാണിച്ചു തരുവാണ്. രൂപഗോസ്വാമി ഒരിക്കൽ വല്ലഭാചാര്യയെ കുറിച്ച് ചൈതന്യ ചരിതാമൃതം പറഞ്ഞിട്ടുണ്ടായിരിക്കല്ലോ. ചൈതന്യ ചരിതാമൃതം പഠിക്കുന്നവരുണ്ടോ? വായിക്കുന്നത് വല്ലഭാചാര്യയെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഒരു സെക്ഷൻ മധ്യലീല എത്തിയിട്ടില്ല. മധ്യലീലയില് വല്ലഭാചാര്യ, നമ്മുടെ പുഷ്ടിമാർഗത്തിലെ വല്ലഭാചാര്യയെ കുറിച്ച് പറയുന്നുണ്ടാവും. ശ്രീപാദ് വല്ലഭാചാര്യ ചൈതന്യ മഹാപ്രഭുവായിട്ട് വളരെ ബന്ധമുള്ള ആളായിരുന്നു. മഹാപ്രഭുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. മഹാപ്രഭുവിന് ഒരുപാട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പ്രസാദമൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതം. അപ്പോൾ ആ സമയത്ത് രൂപഗോസ്വാമി ഉള്ള സമയമാണ്. അവിടെ രൂപഗോസ്വാമിയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ് വല്ലഭാചാര്യർക്ക് മഹാപ്രഭു. അപ്പോൾ രൂപഗോസ്വാമി അടുത്ത് പോകുന്നില്ല. രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയൊക്കെ മുസ്ലിം രാജാവിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർ എപ്പോഴും അകന്നു നിൽക്കുകയുള്ളൂ. കാര്യം അവർ പറയും ഞങ്ങൾ അശുദ്ധരാണ്, ആരും ഞങ്ങളുടെ സമീപത്ത് വന്നാൽ തന്നെ അവർ അശുദ്ധരായി മാറും. അതൊക്കെ അവർ പറയുന്നു. പക്ഷെ അവരെ പോലെ പരിശുദ്ധ ഭക്തർ വേറെയില്ല. രൂപഗോസ്വാമി അടുത്തോട്ട് പോകുന്നില്ല. മഹാപ്രഭു വിളിക്കുന്നുണ്ട്. ഇദ്ദേഹം വല്ലഭാചാര്യ ബ്രാഹ്മണനാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹം പുറത്ത് നിൽക്കുവാണ് അകലെ. അപ്പോൾ മഹാപ്രഭു പറയുകയാണ് ഇതാണ് രൂപഗോസ്വാമി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ വല്ലഭാചാര്യ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇത്രയും പറയുന്നുള്ളൂ. മഹാപ്രഭു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് രൂപഗോസ്വാമിയാണെന്ന് പറയുന്നു. കൂടുതലൊന്നും വല്ലഭാചാര്യ പറഞ്ഞു എനിക്ക് ആളെ കണ്ടപ്പോൾ മനസ്സിലായി സാധാരണ ഒരു വ്യക്തിയല്ല, അതായത് വരിഷ്ഠമായിട്ടുള്ളൊരു ഭക്തനാണെന്ന് എനിക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലായെന്ന് വല്ലഭാചാര്യ പറഞ്ഞു. അകലെയാണ് നിൽക്കുന്നത്. മഹാപ്രഭു ചോദിച്ചു എങ്ങനെ മനസ്സിലായി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാം അദ്ദേഹത്തിന്റെ നാമം അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു 24. അത് നാച്ചുറലായിട്ട് നടക്കുവാണ്. രൂപ സനാതന ഗോസ്വാമി പറയുമ്പോൾ 24 മണിക്കൂർ അവരുടെ നാമം അണങ്ങുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് 24 മണിക്കൂർ ഭഗവത് സേവനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്ന് പറയുന്നത്. നമ്മളെ കാണിച്ചു തരുവാണ് ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗോളാണ്, ലക്ഷ്യമാണ്. ഇന്ന് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. പക്ഷെ അതിലേക്ക് എത്തിക്കുവാനുള്ള തുടക്കമാണ് ഭഗവത്ഗീത. പ്രഭുപാദ് 24 മണിക്കൂറും ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.
നമ്മുടെ ആചാര്യന്മാർ അത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പ്രഭുപാദ് എങ്ങനെയായിരുന്നു? പ്രഭുപാദിന്റെ ജീവിത ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആയിരുന്നു. അദ്ദേഹം നാമം ജപിക്കുന്നു, മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പ്രചരണം ചെയ്യുന്നു, പുസ്തകം എഴുതുന്നു. 24 മണിക്കൂറും അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറും അദ്ദേഹം കൃഷ്ണാബോധത്തിൽ തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ആ ഒരു ലെവലിലേക്ക് ഉയർത്താനാണ് ഇവിടെ പ്രഭുപാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് ശ്ലോകം എടുത്ത് ഭാവാർത്ഥം വായിച്ചാലും അവിടെ നമുക്ക് മനസ്സിലാവും പ്രഭുപാദ് ഉദ്ദേശിക്കുന്നതാണ്. അതായത് പ്രഭുപാദിനെ നമ്മളെല്ലാവരും ശുദ്ധഭക്തരായി കാണുന്നു. എല്ലാവരും, ഒരാളെ പോലെ എക്സെപ്ഷൻ പറയുന്നില്ല. അതുകൊണ്ട് അത്രയും പ്രതീക്ഷയാണ് പ്രഭുപാദിന് നമ്മളോട് ഓരോരുത്തരോടുള്ളത്. അപ്പോൾ നമുക്ക് അച്ഛനും, അതായത് പാരൻസിന് കുട്ടികളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും അല്ലേ? നന്നായി പഠിക്കണം, നല്ല സ്കോർ ചെയ്യണം, നല്ല IIT പഠിക്കണം, അല്ലെങ്കിൽ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. പ്രതീക്ഷകൾ സാധിപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എത്ര സന്തോഷം ഉണ്ടാവും? ഇല്ലെങ്കിലും സന്തോഷം ഉണ്ടാവും, നിരാശ. അപ്പോൾ അതേപോലെ പ്രഭുപാദ് നമ്മുടെ രക്ഷിതാവാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് IIT പഠിക്കാനല്ല, നമ്മളെല്ലാവരും കൃഷ്ണാവും പെർഫെക്റ്റ് ഭക്തരാക്കി മാറ്റാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുത്താലോ പ്രഭുപാദിന്റെ സന്തോഷം എന്തായിരിക്കും? അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഓരോരുത്തരുടെയും. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദ് ഇവിടെ ഒന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല. പരിശുദ്ധ ഭക്തർ, അതായത് എന്നാലാണ് അവിടേക്ക് എൻട്രി ഉള്ളൂ. ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹം ഉള്ളവരാരെങ്കിലും ഉണ്ടോ? കൈപ്പൊക്കാത്തവര്, എനിക്കറിയില്ല എന്താണ് ആഗ്രഹം. ആഗ്രഹമുണ്ട്, നല്ലോണം ആഗ്രഹമുണ്ട്. ആഗ്രഹം ഇല്ലാത്തവരെ കേട്ടെ, ഞാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പോകണം അല്ലേ? എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകണം. വൈകുണ്ഠമോ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനം, അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഇവിടെ പറയുന്നത്. 24 മണിക്കൂറും കൃഷ്ണാബോധത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോധം ആ ഒരു ലെവലിൽ, നമ്മുടെ ആ ഇപ്പോഴുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടേക്ക് എൻട്രി ഇല്ല. ഞാൻ ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത് ശ്ലോകം വേണമെങ്കിൽ റാൻഡമായിട്ട് കണ്ണടച്ച് എടുത്ത് നമ്മൾ വായിക്കാം. ഇത് ബെറ്റാണ്. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് പറയാത്തൊരു ശ്ലോകം പോലും പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതാണ് നമ്മളെല്ലാവരും ശുദ്ധഭക്തരായി മാറണം. ആ പ്രതീക്ഷയ്ക്ക് ഇതെല്ലാം തന്നിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി ചെറിയൊരു ശ്രമം നമ്മൾ നടത്തണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി പ്രഭുപാദ് ഭാവാർത്ഥങ്ങൾ എഴുതി, ഭഗവത്ഗീത ഭാഗവതം തർജ്ജമ ചെയ്തു. കൃഷ്ണൻ, ഇപ്പോൾ കൃഷ്ണഭക്തി, അപ്പോൾ അതാണ് തത്വങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഭഗവത്ഗീത നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ നമ്മൾ പ്രഭുപാദിന്റെ മൂഡ് മനസ്സിലാക്കുന്നു, തത്വങ്ങൾ മനസ്സിലാക്കുന്നു, കൂട്ടത്തിൽ ലീലകൾ കേൾക്കണം. ലീലകൾ കേട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താണ്? നമുക്കൊരു അട്രാക്ഷൻ ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ ബോറാവും. ആ ലീലകൾ തീർച്ചയായിട്ടും കേൾക്കണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ലീലകൾ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ അല്ല, നമ്മളെ ആകർഷിതരാക്കാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ തത്വമാണ്. അപ്പോൾ ഭഗവത്ഗീതയും ഭാഗവതവും ഒരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ ആ ലീല ശരിക്കും ഹൃദയത്തിൽ കയറി ഒരു പരിവർത്തനം നമുക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനോട് ശരിക്കും ഒരു അറ്റാച്ച്മെന്റ് തോന്നണമെങ്കിൽ ഭഗവത്ഗീത പഠനം പൂർണ്ണമായിരിക്കും. മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഇന്നത്തെ ദിവസം അതിനുള്ളൊരു തുടക്കമാണ്. ഇവിടെ പ്രഭു ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞു, ഭഗവാന്റെ ലീലകൾ പറയും പ്രഭു എന്നുള്ളത്. ഇത്രയും നേരം ഞാൻ ലീലകൾ പറഞ്ഞില്ല. ലീലകളുടെ ആവശ്യമില്ല, തത്വം മതിയില്ല. ഇന്ന് ഭഗവത്ഗീതയുടെ എന്താ പറയുക, ഭഗവത്ഗീത ജയന്തി, ഗീത ജയന്തി ആയതുകൊണ്ട്. പക്ഷേ കഥ പൂർണ്ണമാവുന്നത് കഥകൾ വരും, അതായത് ഹരികഥ പൂർണ്ണമാവുന്നത് ഭഗവത്ഗീതയും കൂടെ അവിടെ വരുമ്പോഴാണ്. ഇപ്പോൾ തത്വങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് ഭഗവാൻ പരമജീവിതം പുരുഷനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. പ്രഭുപാദ് പറയുന്നുണ്ട്. മാത്രമല്ല, ഭഗവാന്റെ വ്യക്തിരൂപത്തിലാണ് ആരാധിക്കേണ്ടതെന്ന് ശ്രീല പ്രഭുപാദ് ഭഗവാൻ നേരിട്ട് പറയുന്നു. മൂന്നാമത് ഭഗവാൻ പറയുന്നു, എല്ലാ സമയവും മുഴുകിയിരുന്ന്, അതായത് 24 മണിക്കൂറും അവരെന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഭക്തർ, പരിശുദ്ധ ഭക്തർ. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇത് വേണമെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന വേണം. ഭഗവാന്റെ ലീലകൾ കേട്ടാൽ മാത്രമേ ഇതേപോലെ സമാധിയിൽ നമുക്ക് 24 മണിക്കൂർ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് കഥകൾ, ഭാഗവതം അതുകൊണ്ട് അത്യാവശ്യമാണ്. ഒരുപാട് ലീലകൾ മനസ്സിൽ വരുന്നു. എന്നാൽ
ഭാഗവത്തിലല്ല, ഈ ഭാഗവത്തിലെ അല്ല ഒരു ലീല ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രഭു എത്ര സമയമുണ്ട് നമുക്ക്? സമയം നോക്കണ്ട. ഹരേ കൃഷ്ണ. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ പറയുന്നത്. സാധാരണ പറയും 3/4 മണിക്കൂർ, 1 മണിക്കൂർ. 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കിൽ 1.25 മണിക്കൂറാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നം ഇങ്ങനെ ഇരുന്ന് കാണിക്കും, ഇങ്ങനെ അവസാനം നിർത്തും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിവേ കുറച്ചു നേരം നമുക്ക് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ തത്വം മനസ്സിലാക്കി. ഇപ്പോൾ ഭഗവാൻ പരമജീവിതം പുരുഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലീലകൾ, അദ്ദേഹം എന്ത് ചെയ്താലും ലീലകളാണ്. അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും ഇമാജിനേഷൻ അല്ല ഒരിക്കലും. അത് വിചാരിക്കരുത്. പല ആളുകളും ഇനി അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അത് ഇതൊക്കെ വെറുതെ ഈ മായാവാദികളുടെ ഒരു പ്രസ്താവന അങ്ങനെയാണ്. അവർ പറയും ഇതൊക്കെ ഇമാജിനേഷനാണ്. ഇതൊന്നും ഇല്ല. ശരിക്കും നമ്മളെ എന്തോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ വെറുതെയാണ്, സത്യമല്ല. പക്ഷെ ഇതൊരു സത്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ചു നേരം വൃന്ദാവനത്തിലേക്ക് പോവാം. ഒരുപാട് വർഷങ്ങൾ മുമ്പ്, ഇത് റിയലായിട്ട് നടന്നിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു മനുഷ്യനായിട്ടുള്ള ഭക്തനുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ശരിക്കും ഗൗഡീയ വൈഷ്ണവനാണ്. അദ്ദേഹം ബംഗാളിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിൻ്റെ പരമ്പരയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ എല്ലാവരും പറയും. മഹാപ്രഭു കുറി ഉണ്ടെങ്കിൽ മഹാപ്രഭുവിനെ കുറിച്ച് അറിയണം. ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയുള്ള നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു ആരാണ്? നിത്യാനന്ദ പ്രഭുവിന്റെ പരിവാരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ വരുന്ന ഒരു 3-4 ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വർഷനായിട്ടുള്ള ഭക്തനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് നന്ദകിഷോർ എന്നായിരുന്നു. നന്ദകിഷോർ ഗോസ്വാമി. ഇദ്ദേഹം ബംഗാളിൽ ജനിച്ചു. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു കുടുംബത്തിലായതുകൊണ്ട് ഓഫ്കോഴ്സ് ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടാവും, അല്ലെ? അദ്ദേഹത്തിന്റെ ആ ഒരു പരിവാറിൽ വരുവാണെങ്കിൽ. ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചെറുപ്പം മുതലേ സന്യാസം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ്. കാര്യം നിത്യാനന്ദ പ്രഭു ഗൃഹസ്ഥനായിരുന്നു, ശരിയല്ലേ? നിത്യാനന്ദ പ്രഭുവിന്റെ ഫാമിലിയിൽ വരുന്നവരൊക്കെ ആ ഒരു ട്രഡീഷൻ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും വിവാഹം കഴിക്കുന്നു, പക്ഷേ വരിഷ്ഠമായിട്ടുള്ള ഭക്തരാണ്. അവർ ദീക്ഷ കൊടുക്കുന്നു, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വിവാഹം കഴിക്കുന്നുണ്ട്, ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നുണ്ട് അവർ. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ. അങ്ങനെ ഇദ്ദേഹം എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാര്യം വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു വിവാഹം കഴിക്കാൻ വേണ്ടി. ഇദ്ദേഹത്തിന് താല്പര്യമില്ല. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരിക്കൽ അവിടെ നിന്ന് മുങ്ങുന്നു. ബംഗാളിൽ നിന്ന് മുങ്ങി എവിടെ പോന്നു? ബംഗാളിൽ മുങ്ങി കഴിഞ്ഞപ്പോൾ വൃന്ദാവനത്തിലാണ്. നമ്മുടെ ഗൗഡിയ വൈഷ്ണവര് അവിടെ വരുന്നു. അവിടെ അവരുടെ ആവിർഭാവം, പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വൃന്ദാവനത്തിലാണ്, അല്ലേ? അങ്ങനെ വൃന്ദാവനത്തിൽ അദ്ദേഹം ഓടി വരുവാണ് ഒരു ദിവസം. ചെറുപ്പമാണ് അദ്ദേഹം. അങ്ങനെ വൃന്ദാവനത്തില് രാധാകുണ്ടന്റെ അടുത്ത് വന്നു. അവിടെ പോയി അദ്ദേഹത്തിന് ഇനി ഒരു ഗുരുവിനെ വേണം. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ബംഗാളിൽ വെച്ച് അദ്ദേഹം ഒരുപാട് ഗുരു വരിഷ്ഠമായിട്ടുള്ള ഭക്തരുടെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ദീക്ഷ തരണം എന്ന് പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിത്യാനന്ദ പ്രഭുവിന്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ്, നിങ്ങൾക്ക് ദീക്ഷ തരാൻ വേണ്ടി ഞങ്ങൾക്ക് യോഗ്യതയില്ല. ദീക്ഷ നിങ്ങൾക്ക് തരാൻ. കാര്യം നിങ്ങൾ ഞങ്ങളെ ദീക്ഷ തന്നുള്ളൂ. അത്രയും വലിയ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് എല്ലാവരും പറ്റില്ല എന്ന് പറയുമായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് ബംഗാളിൽ നിന്ന് ദീക്ഷ കിട്ടുന്നില്ല. വൃന്ദാവനത്തിൽ വന്ന് അദ്ദേഹം അവിടെ രാധാകുണ്ടില് അന്നത്തെ സമയത്ത് നമ്മുടെ ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറുണ്ട്, നമ്മുടെ ആചാര്യ, രസികാചാര്യ, ഗൗഡിയ ആചാര്യ ചൂടാമണി, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ എന്ന അവിടെയുള്ള സമയമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇദ്ദേഹം പോകും. ഈ നന്ദകിഷോർ ഗോസ്വാമി. രണ്ട് വ്യക്തികളാണ്. ഒന്ന് നന്ദകിഷോർ ഗോസ്വാമി, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിന്റെ അടുത്ത് ഇദ്ദേഹം പോകും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പറയില്ല. അദ്ദേഹം ബംഗാളിൽ നിന്നാന്ന് പറയും, പക്ഷെ നിത്യാനന്ദ പ്രഭുവിന്റെ കുടുംബത്തിലാണെന്ന് പറയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താ പറയാന്ന് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിനെ ഇദ്ദേഹം സേവിച്ചു കുറെ വർഷങ്ങൾ സേവിച്ചപ്പോൾ, കുറെ ദിവസങ്ങൾ, ആക്ച്വലി മാസങ്ങൾ സേവിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഹാപ്പിയായി. വിശ്വനാഥ് ചക്രവർത്തി ഹാപ്പിയായി. ഇദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കാമെന്ന് തീരുമാനമായി. അങ്ങനെ ഇദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കും.
അത് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നന്ദകിഷോർ ഗോസ്വാമി ഞാൻ നേരത്തെ പറഞ്ഞു നിത്യാനന്ദ പ്രഭുവിന്റെ കുടുംബത്തിലാണ്, മാത്രമല്ല നല്ലൊരു ഫാമിലിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാവരും കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. അപ്പോൾ അമ്മയും മറ്റുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ കാണാതായപ്പോൾ കുറെ ആളുകളെ വിട്ടിട്ടുണ്ടായിരുന്നു അന്വേഷിക്കാൻ വേണ്ടി, ഇദ്ദേഹം എവിടെ പോയി എന്ന് അറിയാൻ വേണ്ടി. രഘുനാഥദാസ് ഗോസ്വാമിയുടെ കഥയിലുള്ള പോലെ ഇദ്ദേഹം എവിടെയാണെന്ന്. അപ്പോൾ അവസാനം അവർക്കറിയാം ഇവിടെ വൃന്ദാവനത്തിൽ പോയ ആളെ കിട്ടുന്നത്. പിന്നെ അവർ വൃന്ദാവനത്തിലേക്ക് കുറെ ആളുകൾ അമ്മയും അച്ഛനും പറഞ്ഞയച്ച് ഇവിടെ ചെയ്യും. അവസാനം ഇവിടെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിന്റെ അടുത്ത് എത്തിയപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ഫാമിലിയിൽ നിന്നാണ് ഇദ്ദേഹം, ഞങ്ങൾക്ക് കൊണ്ടുപോകണം, ആദേശമുണ്ട് അവിടെ നിന്ന്, ഇദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവരെല്ലാ കഥകളും പറഞ്ഞു, ഇങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ കുടുംബത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റിച്ചു. നന്ദകിഷോർ ഗോസ്വാമിയോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞില്ല, സത്യം പറഞ്ഞില്ല മുഴുവനായിട്ടും. ഞാൻ നിങ്ങൾക്ക് ദീക്ഷയും തന്നു, ഇനി നിങ്ങളുടെ ഗുരുവാണ് ഞാനിപ്പോൾ, ശിക്ഷാഗുരുവാണ്. ശിക്ഷാഗുരുവായിട്ടാണ് എടുക്കുന്നത്, ദീക്ഷാഗുരുവല്ല. അപ്പോൾ ശിക്ഷാഗുരുവാണ് ഞാനെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നന്ദകിഷോർ ഗോസ്വാമി പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ ശിക്ഷാഗുരുവാണ്. അതുകൊണ്ട് ഗുരുവിന്റെ ആജ്ഞ പാലിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, തിരിച്ച് കൃഷ്ണ. നന്ദകിഷോർ ഗോസ്വാമിക്ക് പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണം, പോയി തിരിച്ചുപോയി അദ്ദേഹം വിവാഹം കഴിക്കും. വിവാഹം കഴിച്ച് കുറച്ച് കാലമൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു മുങ്ങും. പിന്നെ വീണ്ടും വൃന്ദാവനത്തിലെത്തും. കുറെ വർഷങ്ങൾ അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലുണ്ടായി. അതിനുശേഷം അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭുവിന്റെ ശ്രീമൂർത്തി വിഗ്രഹങ്ങളുണ്ട്, ഗോരഖനാഥയുടെ ഡീറ്റീസ് ഉണ്ട്. അവരെയും കൂടെ കൊണ്ടുവരും വൃന്ദാവനത്തിൽ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറൊക്കെ പോയി, ലീലകൾ അവസാനിപ്പിച്ചു പോയി. അങ്ങനെ അദ്ദേഹം വന്നതിന് ശേഷം അവിടെ ശൃംഗാർവട്ട് പോയിട്ടുണ്ട്. ശൃംഗാർവട്ടില് വൃന്ദാവനത്തില് ഇപ്പോഴും ഉണ്ട് ഈ അമ്പലം. ഗോരഖനാഥയുടെ ഡീറ്റീസുള്ള അമ്പലമുണ്ട്. അവിടെ സ്ഥാപിച്ചു ഇദ്ദേഹം, നന്ദകിഷോർ ഗോസ്വാമി അവിടെ സ്ഥാപിച്ചു. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരുപാട് ആളുകൾ വന്ന് ഇദ്ദേഹത്തിന് ഒരു അമ്പലം പണിയാനുള്ള പൈസ കൊടുക്കുന്നു. അങ്ങനെ അമ്പലമൊക്കെ പണിയും ഭംഗിയായിട്ട് അവിടെ ചെയ്യും. സേവനങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് ഒരു സഹായിയുണ്ട്, അദ്ദേഹത്തിന് ഒരു ഹെൽപ്പറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നല്ല ഇൻട്രസ്റ്റിംഗ് പേരാണ്, ബോന്തു. ബോന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബോധമൊന്നും ഇല്ലാത്ത ഒരാളാണ്, പാവപ്പെട്ട, ശുദ്ധൻ. അതായത് എന്ത് പറയുന്നോ അത് ചെയ്യും, അതിനപ്പുറത്തൊന്നുമില്ല. അതായത് നമ്മളെ പോലെ ജട്ടിലയുടെ സ്വഭാവമല്ല. ജട്ടില എന്ന് പറഞ്ഞാൽ എന്താ? ജട്ടില കുട്ടില, ജഡ. തലയുടെ ജഡ എങ്ങനെയാണ്? അനുസരണയുള്ളതാണോ? അതെ, വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അനുസരണ ഇല്ലാത്തൊരു സംഭവമാണ് ജഡ. കുറെ സമയം എടുക്കും അതിനെ ശരിയാക്കാൻ. അപ്പോൾ ഇതെല്ലാം ജട്ടില കുട്ടില എന്ന് പറയുന്ന കൃഷ്ണന്റെ അല്ലെങ്കിൽ രാധാറാണിയുടെ അല്ലേ അങ്ങനെ പേര് വരാൻ തന്നെ കാര്യം കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാം തരത്തിലിരുന്ന് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പുരിഷ്ട് കണ്ടുപിടിക്കുന്ന സ്വഭാവമാണ്. ഇദ്ദേഹം അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവമേ അറിയില്ല. എല്ലാം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ആരെന്ത് പറയുന്നു അത് വിശ്വസിക്കും. അങ്ങനെയാണ് പാവപ്പെട്ട സാധു, ശുദ്ധൻ എന്ന് പറയുന്നത്. അങ്ങനെ നന്ദകിഷോർ ഗോസ്വാമിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു സേവകനാണ്. ഇദ്ദേഹം ഈ അമ്പലമായിട്ട് പരിസരമായിട്ട് ഇവർക്ക് പശുക്കളൊക്കെ ഉണ്ട്. എന്നും പശുക്കളെയും കൊണ്ട് ബോന്തു കാട്ടിലേക്ക് പോകും. പോകുന്നത് പാണ്ഡ്യവനത്തിലേക്ക് പോകും. എല്ലാ ദിവസവും പാണ്ഡ്യവനത്തിലേക്ക്, പാണ്ഡ്യവനം അറിയാലോ, പാണ്ഡ്യവനത്തിലേക്ക് പശുക്കളെയും കൊണ്ട് പോകും ഇദ്ദേഹം. എല്ലാ ദിവസവും പോകുന്ന സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് പശുക്കൾക്ക് കൊടുക്കാനുള്ളതും അതേപോലെ അദ്ദേഹത്തിന് കഴിക്കാനുള്ള പ്രസാദം കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ നന്ദകിഷോർ ബാബ വളരെ ഹാപ്പിയാണ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു നോക്കും. അമ്പലത്തിൽ പൂജ ഇദ്ദേഹം ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഹെൽപ്പറാണ്, ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ. ഒരു ദിവസം ഇതേപോലെ അദ്ദേഹം സ്ഥിരമായിട്ട് പോവാണ് പാണ്ഡ്യവനത്തിലേക്ക്. അപ്പോൾ പാണ്ഡ്യവനത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ അവിടെ ഇതേപോലെ വേറൊരു പശുക്കളെ കൊണ്ടുവരുന്ന ഒരാള്, ഒരു ഭക്തൻ, അദ്ദേഹം പറഞ്ഞു, അതെ പാണ്ഡ്യവനത്തിൽ പോവാണെങ്കിൽ അവിടെ വൃന്ദാവനത്തിൽ നിന്ന്, ഗോകുലത്തിൽ നിന്ന് കുറച്ച് ഇതേപോലെ കാലികളെ മേയ്ക്കാൻ കുറച്ച് ആളുകൾ വരും പശുക്കളെയും കൊണ്ട്. അതിൽ മുഖ്യ അല്ലെങ്കിൽ ഈ
ഗോക്കളെ മേയ്ക്കുന്ന ആ ഗോപാലന്റെ പേരാണ് നന്ദലാൽ എന്നാണ് പേര് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ട്. ആ വളരെ ഭംഗിയാണ് കാണാൻ. ആരെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം. ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുവാണ്, ഒരാൾ ഇദ്ദേഹത്തോട് പറയുവാണ് ഇങ്ങനെ ഒരാളുണ്ട്, പാണ്ഡ്യനാട്ടിൽ പോയി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇദ്ദേഹം ബോധു ചിന്തിക്കുകയാണ്, അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഇദ്ദേഹം പറയും ഒറ്റയ്ക്കല്ല, കൂടെ കൂട്ടുകാരുണ്ടാവും. അങ്ങനെ പല ആളുകളുടെയും പേര് പറയുന്നുണ്ട് അവിടെ. എന്നിട്ട് ഇദ്ദേഹം ഭഗവാൻ നന്ദലാലിന്റെ ഭംഗി വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആളാണെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞു കൊടുക്കുന്ന ആള് കണ്ടിട്ടുള്ള ആളാണ്, മനസ്സിലായില്ലേ? ബോധു ആണെങ്കിൽ കണ്ടിട്ടുമില്ല. ബോധുവിന്റെ മനസ്സിലേക്ക് ഒരു പിക്ചർ കൊടുക്കുവാണ് ഇദ്ദേഹം. വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ രൂപത്തെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാന്റെ രൂപത്തെ ആരെങ്കിലും വർണ്ണിക്കാൻ സാധിക്കും? എന്താ പറ്റത്തെ? എന്താണ് ഭഗവാൻ പ്രത്യേകത? എന്തെങ്കിലും ഭഗവാന്റെ രൂപത്തില് ചെവി വരെ നീണ്ട കണ്ണുകൾ. ചാരു ഭക്ത മണ്ഡലം സുകർണരത്നകുണ്ടലം സുചർച്ചിതാംഗചന്ദനം നമാമി നന്ദി സുദീർഘ നേത്രം. അതാണ് ഫോൺ പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? കണ്ഠൻ, ശംഖ് പോലെ. വെരി നൈസ്. ചുരുണ്ട മുടി, വെരി ഗുഡ്. പിന്നെ ശ്യാമവർണം, വെരി നൈസ്. പിന്നെ ഹരി ബോൾ, ചുവന്ന നിറത്തില്, വെരി ഗുഡ്. പിന്നെ കൈ റെഡ് കളറാണ്. നല്ല സോഫ്റ്റ്. പറയുന്നു സോഫ്റ്റ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തു, അതായത് പറയുന്നുണ്ട് നമ്മുടെ ആചാര്യന്മാർ, ഒരു മരത്തിൽ ചോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഇല വീഴുവാണെങ്കിൽ ആ ഒരു ഇല നമ്മുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ അറിയുമോ? ചിലപ്പോൾ അറിയ പോലുമില്ല. ആ കൃഷ്ണന്റെ ശരീരത്തിൽ വീഴുവാണെങ്കിൽ അവിടെ ഇലയുടെ പാടായി മാറും. അത്രയും സോഫ്റ്റ് ആണെന്ന് പറയുന്നത്. വെണ്ണ കഴിച്ച് അദ്ദേഹത്തിന് വെണ്ണയാണോ സ്റ്റേപ്പിൾ ഫുഡ്. വെണ്ണ കഴിച്ച് അദ്ദേഹം ഭയങ്കര സോഫ്റ്റാണ്. ഒരു ഇല വീണ് കഴിഞ്ഞാൽ അവിടെ പാടായി. യശോദറാണി ജീവഗോസ്വാമി പറയുന്നുണ്ട്, യശോദറാണി കുട്ടിക്കാലത്ത് എപ്പോഴും താടി പിടിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. കുട്ടിയോ ബാൽഗോപാലം താടി പിടിച്ച് ഇങ്ങനെ കൊഞ്ചിപ്പിക്കുമ്പോൾ ജീവഗോസ്വാമി പറയുന്നു, യശോദറാണി ഇങ്ങനെ താടി പിടിച്ച് ഇവിടെ ഒരു കട്ടുണ്ട്, ഇവിടെ ഒരു പാടുണ്ട് എന്നുള്ളത് ഉള്ളതാണ്. ജീവഗോസ്വാമിക്ക് അറിയാൻ കാര്യം അദ്ദേഹം നേരിട്ട് കാണുന്നതാണ് അവിടെ. അദ്ദേഹം പറയുന്നതാണല്ല. അപ്പോൾ യശോദറാണി ഇങ്ങനെ പിടിച്ച് ഇവിടെ ഒരു പാടുണ്ട് എന്നുള്ളത്. നമ്മൾ ഇപ്പൊ ചീനിൽ ഇവിടെ ഒരു പാടുള്ളത് കണ്ടില്ലേ? കൃഷ്ണനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരുപാട് ഭഗവാന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കതിനുള്ളൊരു യോഗ്യതയില്ല. പക്ഷെ ഇവരൊക്കെ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നതാണ്. അവർ കണ്ടിട്ടുള്ളവർക്ക്, കാണുന്നവരാണ് സ്ഥിരമായിട്ട്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഇനി കാണാൻ പോകുന്ന ആളാണ്. ഒരു ദിവസം കണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് ശ്ലോകങ്ങളുണ്ട് ഭഗവാന്റെ രൂപമാധുര്യത്തെ കുറിച്ച് പറയുന്നത്. ആർക്കെങ്കിലും ഏതെങ്കിലും ശ്ലോകം അറിയാം? വീണും കൊണന്തമരവിന്ദ ദളഹയദാക്ഷം ബർഹാവതം സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭ ബ്രഹ്മസംഹിത അവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ രൂപമാധുര്യം. ഇനി വേറെ ഭാഗവതന്റെ ബർഹാപീഠം നടവര ബഹു കർണയോഹോ കർണികാരം നടവര ബഹു കർണയോഹോ കർണികാരം ബിഭ്രത് ഭാഷം കനകകപിശം വൈജയന്തീം ചമാല രന്ധ്രാൻ വേണും ആദരസുതയോ ഗോപവൃന്ദേ നന്ദാരണ്യം സ്വപദരമണം ഗീതകീർത്തി. മനോഹരമാണ്. അവിടെ പറയുന്നത് ബർഹാപീഠം. അവിടെ ആചാര്യന്മാർ പറയുന്നത് ബർഹാപീഠം ഒരു മൈൽ പീലിയല്ല എന്ന് പറഞ്ഞു, ഒരു പീഠം മുഴുവൻ. അതായത് അകലെ നിന്ന് നോക്കുമ്പോൾ തലയിൽ ഒരു മയിൽ കയറിയിരിക്കുന്ന പോലെയുണ്ടെന്ന് പറയും വിശ്വനാഥ ചക്രവർത്തി. ഒരു മയിൽപീലിയാണ് നമ്മൾ വയ്ക്കുന്നത്. എന്നാൽ അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു പീഠം മുഴുവൻ, അതൊരു മയിൽ അങ്ങനെ കയറിയിരുന്നല്ലേ കണ്ടു. പിന്നെ പറയുന്നത് ചെവിയിലാണെങ്കിൽ പുഷ്പ കർണികാരം, കർണയോഹോ കർണികാരം, ചെവിയിൽ ഒരു പുഷ്പമുണ്ട്. അപ്പൊ അവിടെയും രണ്ട്
ചില ആചാര്യന്മാർ പറയുന്നത് 2 ചെവിയിലും ഉണ്ട് ഓരോ പുഷ്പം എന്ന് പറയുന്നുണ്ട്. അത് ചിലവര് പറയുന്നില്ല ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അവര് തമ്മിൽ തന്നെ ചെറിയൊരു അത് ഇതല്ല, കോൺട്രഡിക്ഷൻ അല്ല, ഓരോരുത്തരുടെ വിഷനാണ്. ചില സമയത്ത് കാണുമ്പോൾ ഭഗവാൻ ഒരു ചെവിയിലേ ഉള്ളൂ. പക്ഷേ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് കൃഷ്ണൻ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും ഇരിക്കില്ല, ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടികൾ. ഇവിടെ ഇവരെ പോലെയല്ല, ഇവരൊക്കെ നമുക്ക് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കില്ല, ഫുൾ റെസ്റ്റ്ലെസ് ആണ് അദ്ദേഹം. എന്താ പ്രണയ് ഒരു എക്സ്പ്രഷൻ കാണിച്ചു. അത് പ്രഭുവിന് അറിയില്ല എന്നെ ഞാൻ ആരാണെന്ന്. ഞാനിപ്പം മിണ്ടാതിരിക്കുന്നതേ പ്രഭുവിനെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണല്ലേ. അപ്പോൾ ആചാര്യന്മാര് പറയുന്നു, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് ഒരു ചെവിയിലേ ഉള്ളൂ എന്ന് പറയും. റെസ്റ്റ്ലെസ് ആയതുകൊണ്ട് വലത്തുനിന്ന് ഇടത്തുനിന്ന് മാറ്റിക്കും, ഇങ്ങനെ മാറ്റി വെച്ചു. ഇതാണ് നോക്കുമ്പോ 2 ചെവിയിലുണ്ട്, നോക്കുമ്പോ 2 ചെവി, കാര്യം മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അത്. അങ്ങനെ പറയുന്നുണ്ട്. ബർഹാപീഠം നട്ടപര വപു കർണയോ കർണികാരം ബിഭ്രത് വാസഹ കപിഷം. അദ്ദേഹത്തിന്റെ വേഷം പീതാംബര വസ്ത്രം. വൈജയന്തി മാലയുണ്ട്, മനോഹരമായിട്ടുള്ള വൈജയന്തി മാലയുണ്ട്. പിന്നെ അതേപോലെ രന്ദ്രാൻ വേണൂർ അധരസുതയ പൂരയൻ, അതായത് അധരസുധ എന്ന് പറഞ്ഞ് അവിടെ വേണുനാഥത്തെ പറയുന്നത് അതായത് വേണു മുതുന്നു എന്നല്ല പറയുന്നത്. അവിടെ ശുഭദേവ് ഗോസ്വാമി പറയുന്നത് കൃഷ്ണന്റെ അധരത്തിൽ നിന്ന് വരുന്ന അമൃത് കൊണ്ട് അമൃത് ആ വേണുവിൽ അകത്ത് കയറി അതിൽ നിന്ന് ശബ്ദം വരുന്നു എന്നാണ് പറയുന്നത്. അതായത് അധരാമൃതമാണെന്നാണ് പറയുന്നത്. വേണുനാഥൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു കൃഷ്ണന്റെ നേരത്തെ പറഞ്ഞ ബിംബ ഫലം പോലുള്ള ആ അധരങ്ങളിൽ നിന്ന് വരുന്ന അമൃത് ഓടകളിലൂടെ കയറി പുറത്തേക്ക് ഒഴുകി വരുവാണ്. അത് കേൾക്കാൻ വേണ്ടി അവിടെ പശുക്കൾ ഇങ്ങനെ ഇരിക്കുന്നു, അതേപോലെ പക്ഷികൾ. വേണുഗീതം മനോഹരമാണ്. നമ്മുടെ അടുത്ത വരവിലെ ഡിസ്കഷനാണ്, ഇപ്പോഴല്ല, എന്താണെങ്കിലും മനോഹരമാണ് ഭഗവാന്റെ രൂപം. അപ്പോൾ ഇദ്ദേഹത്തിന് ബോന്ധുവിന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാ ദിവസവും പാണ്ഡ്യവളത്തിൽ മുമ്പ് നോക്കുവാണ്, ഇങ്ങനെ ഒരാളെ കാണുന്നുണ്ടോ ഇവിടെ, നന്ദലാൽ പേര് പറയാം, പേര് മനസ്സിലാക്കി രൂപം പറയാം, എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുവാണ്, കാണുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ബോന്ധുവിന്റെ ആകാംക്ഷ കൂടി തുടങ്ങി. ഇനി കാണാതെ പറ്റില്ല, എല്ലാ ദിവസവും ഓടും, നേരത്തെ പോകും. അപ്പോൾ നന്ദകിഷോർ ബാബ നീ ഇത്രയും നേരത്തെ എവിടെ പോകുന്നു, ഇത്രയും നേരത്തെ പോയി നീ ഇത്രയും വൈകിട്ടാണ് വരുന്നത്. അല്ല, ഒന്നുമില്ല, പറയുന്നില്ല, എന്താ കാര്യം എന്ന് പറയുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ. അങ്ങനെ ഭഗവാൻ ഒരാളുടെ ഹൃദയത്തിൽ ഇതുപോലെ ആകാംക്ഷ ഉണ്ടെങ്കിൽ ഭഗവാൻ നടത്തി തരും. അവിടെ നമുക്ക് ആകാംക്ഷയില്ല, അതുകൊണ്ടാണ് നമുക്കൊന്നുമില്ല. നമുക്ക് ഇന്ന് പറയും യെസ് നൈസ്, നമ്മൾ ജപിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, നാളെ ആകുമ്പോൾ ഉറക്കം നോക്കി കഴിഞ്ഞു. കൺസിസ്റ്റൻസി ഇല്ല ഒരു കാര്യം, എല്ലാം ഇങ്ങനെയാണ്. ഇന്ന് നല്ലതാണെങ്കിൽ നാളെ നല്ലതല്ല, മറ്റന്നാൾ വളരെ മോശം. അതിന് അപ്പുറത്ത് പിന്നെ പോയി ട്രാക്കിൽ പോയി, പിന്നെ അതിനെ തിരിച്ച് വീണ്ടും വരുന്നു. ഓരോ ദിവസം ഓരോ തരത്തിലാണ്. പക്ഷേ ബോന്ധു അങ്ങനെയല്ല. ബോന്ധുവിന് ഓരോ ദിവസം കഴിയുമ്പോഴും കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ അവസാനം അദ്ദേഹം ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു ദിവസം അദ്ദേഹം ആഗ്രഹിച്ച പോലെ ആ ഒരു ആള് വരുവാണ്. ഒറ്റയ്ക്കല്ല വരുന്നത്, കുറെ ആളുകളുണ്ട് കൂടെ, പശുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മുടെ ബൽദാവ്ജി ഉണ്ട്. ഒറ്റയ്ക്കല്ല, കൃഷ്ണൻ ഒറ്റയ്ക്കല്ല, ബലരാമനുണ്ട് കൂടെ. കുസുമിത വനരാജി ശുഷ്മി ഭൃംഗ ദ്വിജകുലഗുഷ്ട സരാസരിൻ മഹീന്ദ്രം മധുപതിരവഗാഹ്യ ചാരയംഗാഃ സഹ പശുപാല ബലസ്തുകൂജ വേണും. വേണുഗീതത്തിലെ 2ാമത്തെ ശ്ലോകമാണ്. കുസുമിത വനരാജിയുടെ വൃന്ദാവനത്തെ വർണ്ണിക്കുകയാണ്. കുസുമിത വനരാജി എന്ന് പറഞ്ഞാൽ എല്ലാ വൃക്ഷങ്ങളും ഇങ്ങനെ പൂത്തു നിൽക്കുവാണ്. അതായത് ഒരുപാട് പഴങ്ങൾ, ഒരുപാട് പുഷ്പങ്ങൾ. വനരാജി മരങ്ങളിലെല്ലാം പുഷ്പങ്ങളാണ്. അവിടെ ഭൃംഗ, അതായത് ഭൃംഗ എന്ന് പറഞ്ഞാൽ എന്താണ്, വണ്ടുകൾ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. ഈ പുഷ്പങ്ങളുടെ ചുറ്റും പറന്ന് നടക്കുന്നു. ഇത് വൃന്ദാവനത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. ശുകദേവ് ഗോസ്വാമി
വേണുതരത്തിൽ പറയുന്നതാണ്. ദ്വിജകുല ഗുഷ്ട സരാസരൻ മഹീന്ദ്രം. അതേപോലെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള മലകളുണ്ട്, ഒരുപാട് മനോഹരമായിട്ടുള്ള നദികളുണ്ട്. യമുന നദി, അതേപോലെ യമുന നദിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനോഹരം, അതായത് ഒരുപാട് താമരകളൊക്കെ നിറഞ്ഞ് ആ ഒരു വൃന്ദാവനത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിയാണ് അവിടെ പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദ്വിജകുല ഗുഷ്ട സരാസരൻ മഹീന്ദ്രം മധുപതിരവഗാഹ്യ ചാരയങ്കാഹ സഹ പശുപാല ബലശ്ചുകൂചവേണു. അവിടെ മധുപതി എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ബലമാണ്. അവിടെ മധുപതി അദ്ദേഹം വരുന്നു, കൂടെ ആരാണ്? ബലരാമനുണ്ട്, കൂട്ടുകാരുണ്ട്, കൂട്ടുകാരെല്ലാവരും ഉണ്ട്. ചുക്കൂച്ച വേണുനാഥം എല്ലാവരുടെ കയ്യിലും. അവിടെ പറയുന്നത് കൃഷ്ണന്റെ കയ്യിൽ മാത്രമല്ല ഫ്ലൂട്ട് ഉള്ളത് എന്ന് പറയുന്നുണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് പറയുന്നു. എനിവേ, ഇപ്പോൾ ഓടക്കുഴൽ ഊതിക്കൊണ്ട് പശുക്കളെ മുമ്പിൽ ഭഗവാൻ നിർത്തിയിരിക്കുകയാണ്. കൃഷ്ണനും ബലരാമനും കൂട്ടുകാരൊക്കെ പുറകിലാണ്, പശുക്കളെയാണ് മുമ്പിൽ. ഭഗവാൻ എപ്പോഴും ഭക്തരെ മുമ്പിൽ ആക്കാനാണ്, പുറകിലല്ല. ഭക്തരുടെ മുമ്പിൽ, ഭക്തരെ ഭഗവാൻ മുമ്പിൽ വയ്ക്കും. അതേപോലെയാണ് പശുക്കളെ അദ്ദേഹം മുമ്പിലാണ് വയ്ക്കുന്നത്, പുറകിലല്ല. കൃഷ്ണൻ നടക്കുന്നു, പശുക്കളോട് വാ എന്നല്ല പറയുന്നത്. പശുക്കൾ മുമ്പിലും ഭഗവാൻ കൃഷ്ണൻ പുറകിലും. അങ്ങനെയാണ്. അങ്ങനെ വേണുനാഥം, വേണു അല്ലെങ്കിൽ ഓടക്കുഴൽ നാദത്തോടുകൂടി ഇവര് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അവിടെ ശ്ലോകത്തിൽ പറയുന്നത്. അതേ, അപ്പോൾ ഈ ഒരു സീനാണ് ബോന്ത് കാണുന്നത്. എല്ലാവരും വരുന്നു, കൃഷ്ണനും കൂട്ടുകാരും ബലരാമനും ഒക്കെ ഉണ്ട്. അങ്ങനെ ബോന്ത് കാണുന്നു. ബോന്തുവിനെ സംബന്ധിച്ച് ഇത് ആരാണെന്ന് അറിയില്ല. ഞാൻ കേട്ട ഒരു വ്യക്തി അല്ലെ, ഞാൻ ഇങ്ങനൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആ വ്യക്തിയെ കണ്ടു. നന്ദലാലാണോ ചോദിച്ചു. അപ്പോൾ നന്ദലാൽ പറഞ്ഞു, അതെ ഞാൻ നന്ദലാലാണ്. കുറെ കാലമായി ഞാൻ കാത്തിരിക്കുന്നു, ഇങ്ങനൊരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ച്. അതുകൊണ്ട് സന്തോഷമായി. കുറെ മാസങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് കണ്ടു. സന്തോഷമായി. അവർ ഫ്രണ്ട്സായി, നല്ല ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക് ഫ്രണ്ട്സായി. ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ബോന്തു കൊണ്ടുവന്നത് കൃഷ്ണന് കൊടുക്കും, അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സംഭവം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ബോന്തു ഇതുപോലെ നേരത്തെ എഴുന്നേറ്റ് പോകും. നന്ദകിഷോർ ബാബ ചോദിക്കും, എവിടെ പോകുന്നു? എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പോൾ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്, അതാരാണെന്ന് ചോദിക്കും. ഒരു ദിവസം, എല്ലാ ദിവസവും നേരത്തെ പോകുമ്പോൾ നന്ദകിഷോർ ബാബു ഒരു ദിവസം പിടിച്ചു നിർത്തും. നീ ഇത്രയും നേരത്തെ എങ്ങോട്ട് പോകുന്നു? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പൊ ആദ്യമൊക്കെ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഓക്കെ, ഇവൻ പാവം പിടിച്ചൊരാളാണ്. ഒരു ദിവസം നോക്കുമ്പോൾ തലയിൽ ഒരു സാധനമൊക്കെ, തലയിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തോ ആള് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല, നന്ദകിഷോർ ബാബു അറിഞ്ഞിട്ടില്ല. രാത്രിയിൽ എന്തൊക്കെയോ, രാത്രിയിൽ വെളുപ്പാൻ കാലത്ത് എന്തൊക്കെയോ അദ്ദേഹം പാചകം ചെയ്ത് അവിടെ പറയുന്നുണ്ട്. ദാൽ ബാട്ടി എന്ന് പറയുന്നത്. അവിടെ ദാൽ ബാട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാജസ്ഥാനി ഡിഷാണ്. ആക്ച്വലി ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയോട് ചോദിച്ചോളൂ ഇതെന്തായാലും ദാൽ ബാട്ടി എന്നുള്ളത്. എനിക്കറിയാം, ഈ കഥ ഞാൻ കേട്ടപ്പോൾ പറഞ്ഞു അത് രാജസ്ഥാനി ഡിഷാണ് ആക്ച്വലി. സോ എന്തോ ആട്ട ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്, ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവമാണ്. വീട്ടിലുണ്ടാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാൽ ബാട്ടി ആണ് ഇദ്ദേഹം ഉണ്ടാക്കി കൊണ്ടുവന്നത്. നന്ദകിഷോർ ബാബു വലിയൊരു തലയില് വലിയ പാത്രത്തിൽ ഇത് നിറച്ച് കൊണ്ടുപോവാണ് ഇദ്ദേഹം. നന്ദകിഷോർ ബാബു ചോദിക്കുന്നത് എന്താണ് തലയിൽ ഇതിന്റെ? അപ്പൊ പറഞ്ഞു ഇങ്ങനെ ദാൽ ബാട്ടി ആർക്കാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഒരാളല്ല, കുറെ പേരുണ്ട്. ഫ്രണ്ട്സോ? ഇദ്ദേഹം ചോദിക്കുന്ന കൂട്ടുകാരോ? എനിക്ക് കാട്ടിലെ കൂട്ടുകാർ, വാണ്ടിയിൽ നടക്കുന്ന കൂട്ടുകാർ. ഇവർ സ്ഥിരം വരും, ഞാനും പോകുന്ന പോലെ അവരും പശുക്കളെ കൊണ്ടുവരും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ. അവരെല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്, അവരുടെ ഭക്ഷണം എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങോട്ടും കൊടുക്കണ്ടേ? അത് വിചാരിച്ച് ഞാനിതെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ചോദിച്ചു, നിന്റെ കൂട്ടുകാരൻ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല. ഓക്കെ ശരി, കൂട്ടുകാരന്റെ പേരെന്താണ്? നന്ദലാൽ എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ നന്ദകിഷോർ ബാബയുടെ ഉള്ളിൽ പതുക്കെ കത്തി തുടങ്ങി. എന്താ സംഭവം ചോദിക്കും, നിർത്തിയില്ല. കൂട്ടുകാരനെ കാണാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങി. അത് ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചു. ആ സമയത്ത് നന്ദകിഷോർ ബാബയുടെ തലയുടെ ഉള്ളിലൂടെ കൂടെയും ചെവിയുടെ ഉള്ളിൽ കൂടെയൊക്കെ കിളികൾ പറന്നു പോകുന്ന ഒരവസ്ഥയാണ്. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാൻ അദ്ദേഹം ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അത്രയും പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി. അദ്ദേഹത്തിന്റെ സേവകൻ ഒന്നും അറിയാത്ത പാവം നന്ദലാലിനെ കണ്ടു എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ നന്ദലാലിനെ
ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. നന്ദകിഷോർ ബാബു സ്മാർട്ടാണ്. നാളെ നിന്റെ കൂട്ടുകാരെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചോളൂ, ഞാനിവിടെ ദാൽപാടി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് സന്തോഷമായി. ബോന്തു പറഞ്ഞു അതിനെന്താ, എൻ്റെ കൂട്ടുകാരൻ അവര് എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവരും ഫ്രണ്ട്സാണ്, ഞാൻ പറഞ്ഞത് കേൾക്കും അവര്. അപ്പോൾ ചാൻസ് ആണ്. നന്ദകിഷോർ ബാബു പറഞ്ഞു അവരെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നോളൂ. എത്ര പേരുണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേരുണ്ട്. നന്ദകിഷോർ ബാബു പറഞ്ഞതൊന്നും വിഷയമല്ല, നാളെ ഇവിടെ ഫുൾ ദാൽപാടി ആയിരിക്കും, ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം, നീ അവരെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. വരുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ബോന്തു പറഞ്ഞു ഞാൻ വിളിച്ചാൽ വരാതിരിക്കുമോ? തീർച്ചയായിട്ടും വരും. ഇദ്ദേഹത്തിന്റെ സന്തോഷമായി. ഇദ്ദേഹം കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ നിൽക്കുവാണ്. ഇങ്ങനെ പോകും. ഇദ്ദേഹം അന്നത്തെ ദിവസം കൊണ്ടുവന്നുണ്ട് കേട്ടോ, ദാൽബാട്ടി കൊണ്ടുവന്നുണ്ടല്ലോ. അടുത്ത ദിവസം ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. പോവും. ഇതെല്ലാം അവർ കഴിക്കുന്ന സമയത്ത് പറയും എൻ്റെ ഗുരു ഇവിടെയാണുള്ളത്, നന്ദകിഷോർ ശ്രീപാദ് എന്നാണ് പറയുന്നത്. ശ്രീപാദ് നമ്മൾ പറയും, ശ്രീപാദ് പ്രഭുപാദിനെ പറയുന്നത് ശ്രീപാദ്. ഒരു അഭ്യർത്ഥന പറഞ്ഞു, റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ദാൽബാട്ടിയല്ല, എൻ്റെ ഗുരു ഭംഗി ഇതിനും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അദ്ദേഹം ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും ദാൽബാട്ടി റെഡിയാക്കി നാളെ വെക്കും, എല്ലാവരും അങ്ങോട്ട് വരണം. സന്തോഷത്തോടു കൂടി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദലാൽ ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ബോന്തു പറഞ്ഞു അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? എൻ്റെ ഗുരു അല്ലേ, അത് മാത്രമല്ല ഇവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല, എന്തായാലും ഞാൻ തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വരാം. നന്ദലാൽ പറഞ്ഞു സാധിക്കില്ല. ബോന്തു പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇനി തൊട്ട് മിണ്ടില്ല, ഞാൻ സംസാരിക്കാം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ കട്ട് ചെയ്യാൻ പോകണം. കൃഷ്ണൻ പറഞ്ഞു അത് ചെയ്യരുത് പ്ലീസ്. അപ്പൊ നന്ദലാൽ, കൃഷ്ണനല്ല നന്ദലാൽ പറഞ്ഞു. ബോന്തു പറഞ്ഞു നന്ദലാൽ എൻ്റെ കൂടെ നാളെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ബാണ്ടിയർ വനത്തിലേക്ക് പശുക്കളെയും കൊണ്ട് വരില്ല, നമ്മളുള്ള ബന്ധം ഇതോടുകൂടി തീർന്നു, എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. പാവമാണ്, ശുദ്ധനാണെന്ന് നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഇതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. കൃഷ്ണൻ നന്ദലാൽ ഇത് പ്രതീക്ഷിച്ചില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല. നന്ദലാൽ പറഞ്ഞു നിക്ക്, നീ അവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ. പിണങ്ങരുത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിണങ്ങാതെ പോരുത്. ബോന്തു പറഞ്ഞു ഒന്നും എനിക്ക് കേൾക്കണ്ട, ഇത്രയും ചെറിയൊരു കാര്യമില്ല, ഞാനാണെങ്കിൽ വാക്ക് കൊടുക്കുകയും ചെയ്തു. എൻ്റെ ഗുരു ചോദിച്ചു നിങ്ങളെ കൊണ്ട് ക്ഷണിച്ചാൽ വരുമെന്ന് ചോദിച്ചു, ഞാനാണെങ്കിൽ വരുമെന്ന് ഉറപ്പും കൊടുത്തു. അദ്ദേഹം എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടാവും. മാത്രമല്ല ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യങ്ങൾ ഞാൻ ചോദിച്ചുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ സിമ്പിളാണ്. വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വിളിക്കുക, പ്രസാദമുണ്ട്, ഇതിനെന്താ വരാനോ, സന്തോഷമുള്ളൂ. അപ്പൊ അതേപോലെ നന്ദലാലും അങ്ങനെ പറയുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നു. പക്ഷെ നന്ദലാൽ പറഞ്ഞു സാധിക്കില്ല, ബോന്തു പറഞ്ഞു സംസാരിക്കണ്ട. അങ്ങനെ ഇദ്ദേഹം പിണങ്ങിയും കരഞ്ഞുകൊണ്ട് നടക്കുവാണ്. ബോന്തു കരയുന്നു, പശുക്കളെയും കൂടി ഇനി മുതൽ പാണ്ഡ്യപുരത്തിൽ വരില്ലെന്ന് തീരുമാനപ്പെടുന്നു. അദ്ദേഹം നടന്നു പോകുന്നു. കുറച്ചു നേരം നന്ദലാൽ വിളിക്കുന്നുണ്ട് അവർക്ക്, ബോന്തു നിൽക്കവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ. ബോന്തു പറയുന്നു ഒന്നും എനിക്ക് കേൾക്കുന്നുണ്ടാവും. പിന്നെ കേൾക്കുന്നില്ല, അവിടെ പോവുകയാണ്, നടന്നു പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദലാലിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു തുടങ്ങി. നന്ദലാൽ കരഞ്ഞു തുടങ്ങി. കൂട്ടുകാരനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല, പാവം. ഓടിപ്പോയി കുറെ ദൂരം പോയി. അദ്ദേഹം ഓടിപ്പോയി ബോന്തുവിനെ തോളത്ത് പിടിച്ചു. നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. നീ പറഞ്ഞത് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ വരാനും തയ്യാറാണ്. പക്ഷേ ശൃംഗാർവട്ടാണ് സ്ഥലം, രാധാറാണിയുടെ സ്ഥലമാണ്, ബലരാമൻ കൂടെയുണ്ട്, അത് പറ്റില്ല. ബോന്തു പറഞ്ഞു ആരാണ് ഈ രാധാറാണി, ആരാണ് ബലരാമൻ അറിയാം, ഒന്നും അറിയില്ല, പാവത്തിനൊന്നും അറിയില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ നിനക്ക് പറഞ്ഞുതരാം, ഇപ്പൊ നീ ചോദിക്കരുത് എന്താന്നുള്ളത്. നന്ദലാൽ പറഞ്ഞു ശൃംഗാർവട്ടിലേക്ക് വരാൻ, കാര്യം ശൃംഗാർവട്ടിൽ മൂട് വ്യത്യാസമുണ്ട്. അപ്പോൾ ബലരാമൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കോമ്പാറ്റബിലിറ്റി പ്രശ്നം വരും. ബലരാമൻ ചേട്ടനാവുന്ന രാധാറാണിക്ക് ഒരു സഹോദര സ്ഥാനമാണുള്ളത്. അപ്പോൾ ഈവൻ നമ്മൾ ഏത് അമ്പലത്തിൽ നോക്കിക്കഴിഞ്ഞാലും രാധാറാണി അപ്പുറത്തും ബലരാമൻ ഇപ്പുറത്തും ആയിരിക്കും അല്ലെ, അടുത്തുണ്ടാവില്ല അവർ, ഒരിക്കലും അവരെ അടുത്ത് എവിടെയും ഉണ്ടാവില്ല. കാര്യം ജ്യേഷ്ഠനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ നന്ദലാൽ ഈ ഒരു കാര്യം പറഞ്ഞത്, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു ഓക്കെ, എന്തോ എൻ്റെ സുഹൃത്ത് ഒരു കാരണം പറയുന്നുണ്ട്, ചിലപ്പോൾ സത്യമായിരിക്കും, എനിക്കറിയില്ല. ഇനി അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. തിരിച്ചുപോയി. ഞാൻ ഇതാണ് വരാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു.
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ശരി, ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഗുരുവിനോട് പോയി സംസാരിക്കട്ടെ. ബോധം തിരിച്ചുപോയി നന്ദകിഷോർ ബാബുവോട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം, ഞാൻ വിളിച്ചു, അവർക്ക് വരാൻ സാധിക്കില്ല, എന്തോ ഒരു കാരണം പറഞ്ഞു, കാരണം എനിക്ക് മനസ്സിലായില്ല, എന്തായാലും വരില്ല, എന്തായാലും ഇവിടെ ആള് വരില്ല, അവർ വരില്ല എന്ന് പറഞ്ഞു. നന്ദകിഷോർ ബാബുവിന് വിഷമമായി. നന്ദകിഷോർ ബാബു ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നാലോ, നിങ്ങളുടെ കൂടെ, ഞാൻ നിന്റെ കൂടെ വന്നാലോ നാളെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതിന് കുഴപ്പമുണ്ടാവില്ല, ഞാൻ ചോദിക്കാം, നാളെ പോയി ചോദിക്കട്ടെ. ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. അടുത്ത ദിവസം പോയി വീണ്ടും നന്ദലാലിനെയും കൂട്ടുകാരെയും കണ്ടു. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നലെ ശ്രീപാദിനടുത്ത് ചോദിച്ചു, ശ്രീപാദ് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു, അതോ നന്ദലാലിന് ഓക്കെയാണോ? നന്ദലാൽ പറഞ്ഞു ഇങ്ങോട്ട് വരാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ തിരിച്ചു പോയി പറഞ്ഞു. അടുത്ത ദിവസം നന്ദകിഷോർ ബാബ അവിടെ SSCയിലായി. ഞാൻ നാളെ കാണാൻ പോവാണ്. ബോധൂര് ഇത് വല്ലതും അറിയോ, ഇത് ആരാണെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്. ഇദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാളെ കാണാനുള്ള ആകാംക്ഷയില് ഭംഗിയായിട്ട് അദ്ദേഹം ഒരുപാട് ദാൽബാട്ടിയെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി, ഒരുപാട് സേവകരെയും കൂട്ടി വിളിച്ചു. കാര്യം ഇത് കൊണ്ടുപോകണ്ടേ, എത്ര ആൾക്കാർക്ക് ഫീഡ് ചെയ്യും. അങ്ങനെ ഇതെല്ലാമായിട്ട് കാലത്ത് പോവാണ്. അവിടെ പോകുമ്പോൾ പറഞ്ഞതുപോലെ നന്ദകിഷോർ ബാബ കാണുവാണ് ആദ്യമായിട്ട്. ഈ പറഞ്ഞ സുശാന്ത ഭക്തർ മണ്ഡലം, ഭഗവാൻ കൃഷ്ണനും കൂട്ടുകാരും ഇവരെല്ലാവരും കൂടെ വരുന്നു. ഇവര് ദാൽബാട്ടി കൊണ്ടുപോകുന്നുണ്ട്. ബോന്തു കൂട്ടുകാരനെ കാണുന്ന പോലെ തോളത്ത് കൈയിടുന്നുണ്ട്. നന്ദകിഷോർ ബാബ നന്ദലാലിനെ കണ്ടപ്പോൾ അവിടെ ബോധം കിട്ടുന്നു. അപ്പോൾ ഇദ്ദേഹം വന്ന് വിളിക്കുന്നുണ്ട്, ശ്രീപാദ് എഴുന്നേറ്റ്, എന്ത് പറ്റി? എന്റെ കൂട്ടുകാരൻ വന്നു കാണൂ. ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ നന്ദലാൽ. ശ്രീപാദിന് ബോധമില്ല. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി ശ്രീപാദ്, എന്റെ കൂട്ടുകാരൻ? ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കും ഇത് കാര്യം ബോധു അത്രയും ശുദ്ധനാണ്, അദ്ദേഹത്തിന് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല പാവം. ആ സമയത്ത് ഇദ്ദേഹം ബോധുവിന്റെ കാലിൽ തൊട്ട് ബോധു ഇതെന്താ എന്റെ ഗുരു ചെയ്യുന്നത്, ഗുരുവിന് എന്ത് സാധ്യത, കാര്യമായിട്ട് എന്ത് സംഭവിച്ചു. അങ്ങനെ പറയുന്നതോടെ അവിടെ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നന്ദകിഷോർ ബാബ അവരെല്ലാവരെയും അവിടെ എത്തി എല്ലാവർക്കും ദാൽബാട്ടി കൊടുക്കുകയാണ്. മൊബൈൽ SSC ലൈവ് ഉണ്ട്, SSC ഓഫായിട്ട്. നന്ദകിഷോർ ബാബ ബോധം കിട്ടുന്നത് പോലെ മൊബൈലിലും ബോധം കിട്ടുന്നുണ്ട്. ശരിക്കും അതേ സമയത്ത് വേണം. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും സെർവ് ചെയ്തതോടെ അദ്ദേഹത്തിന്റെ മനോഭാവത്തെ കുറിച്ച് നമുക്ക് പറയാനില്ല. ബോധുവിനെ സംബന്ധിച്ചൊരു കൂട്ടുകാരൻ, പക്ഷെ നന്ദകിഷോർ ബാബയുടെ ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹം ആരാധിക്കുന്ന ആ കൃഷ്ണനെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സെർവ് ചെയ്യുന്നു, കൃഷ്ണൻ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. നന്ദകിഷോർ ബാബ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സത്യമാണോ, അത് ശരിയാണോ ഇതൊക്കെ? എന്നിട്ട് അദ്ദേഹം ചിന്തിക്കണം, സേവകൻ പോകുന്നു ചെറിയ ചില്ലറക്കാരൻ, ഞാൻ ഇത്രയും കാലം ധ്യാനിച്ചുകൊണ്ടിരുന്നത് അവൻ ഇങ്ങനെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞു വന്നത്തെ പാർട്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ നന്ദലാൽ പറഞ്ഞു ഞങ്ങൾക്ക് സമയമായി, പോകാനുള്ള സമയമായി. ആസ് യൂഷ്വൽ ബോന്തു തോളത്ത് കേട്ട് പറഞ്ഞു നമുക്ക് നാളെ കാണാം. നന്ദലാൽ പറഞ്ഞു നമുക്ക് നാളെ കാണാം. നന്ദകിഷോർ ബാബ അങ്ങനെ പൊളിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവര് തമ്മിൽ സംസാരിക്കും, കൂട്ടുകാരെ പോലെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ഒരു സങ്കോചമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണ ഫ്രണ്ട്സ് എങ്ങനെയാണോ അതേപോലെ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ. നന്ദകിഷോർ ബാബ അത്ഭുതപ്പെട്ട് ഇരിക്കുകയാണ്, അദ്ദേഹം ഷോക്കായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ പറയുന്നു, വീണ്ടും അദ്ദേഹം ബോധം കെട്ട് വീഴുന്നു. ആ സമയത്ത് നന്ദലാൽ അടുത്ത് വന്ന് പറയും, ചെവിയിൽ ഒരു കാര്യം പറയും. അദ്ദേഹത്തോട് പറയും, ഇത് ആരോടും പറയരുത്, സീക്രട്ടാണ്. ഈ കാര്യം നിങ്ങൾ ആരോടും പറയരുത്. ഇത് നിങ്ങളുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തപസ്യ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സേവനം കൊണ്ടോ അല്ല ഞാൻ പ്രീതിപ്പെട്ടത്. ബോധുവിനെ പോലെ സിമ്പിളായിട്ടുള്ള ഒരു പരിശുദ്ധനായിട്ടുള്ള അങ്ങനെയുള്ളൊരു സേവകൻ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാനുള്ള കാരണം കിട്ടി. ചെവിയിലാണത് പറയുന്നത്. ബോധു ഇതൊന്നും അറിയുന്നില്ല. ബോധു വിചാരിക്കുന്നു എന്തോ നന്ദലാൽ പോയി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ കുഴപ്പമില്ല, അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നു.
അപ്പോൾ ഇദ്ദേഹം കേട്ടുകൊണ്ടിരിക്കണം, അദ്ദേഹം ബോധം പോയി കിടക്കണം, ആ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്ദലാൽ പറഞ്ഞു, ആരോടും പറയാതെ, നീ വിചാരിക്കുന്ന പോലെയല്ല നിന്റെ സേവനം, പരിശുദ്ധനാണ്, അശുദ്ധനാണ്. അപ്പോൾ ഈ കാര്യം ആരോടും പറയരുത്, പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് നീ നന്ദലാലിനെ സ്തുതിച്ചുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ എഴുതാൻ പോകും. അങ്ങനെ അവിടെ പറയുന്നുണ്ട്, നന്ദകിഷോർ ബാബ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പുസ്തകങ്ങളുടെ പേരും ഞാൻ വായിച്ചിരുന്നു, പക്ഷേ എന്നറിയില്ല. അപ്പോൾ ഗൗഡീയ വൈഷ്ണവ ഒരാചാര്യനാണ് ഇദ്ദേഹം, പരമ്പരയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ലെസൺ എന്താണെന്ന് നോക്കൂ. കൃഷ്ണ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഭഗവാനെ ആകർഷിപ്പിക്കാൻ സിംപ്ലിസിറ്റി മതി. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവും തോറും ഭഗവാനെ കിട്ടാനുള്ള സമയം കൊടുക്കും. ജട്ടില കുട്ടികളുടെ സ്വഭാവമാണെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. അതായത് ശുദ്ധ മനസ്സുള്ളവർക്ക് ഭഗവാൻ വളരെ എളുപ്പത്തിൽ കിട്ടും. അസൂയ, മറ്റുള്ളവരെക്കാൾ ഞാൻ നല്ല രീതിയിലാവണം, മറ്റുള്ളവർ ചെയ്യുന്നത് പോരാ, കുറ്റം കണ്ടെത്തുന്നു, ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള വീക്ഷണം നമുക്കുണ്ടെങ്കിൽ നടക്കില്ല, ഇതൊന്നും നടക്കില്ല. ബോന്ധു അങ്ങനെയായിരുന്നില്ല, സിമ്പിൾ, ഒന്നുമില്ലാത്ത കൃഷ്ണനെ കാണുന്നത് കൂട്ടുകാരനെ പോലെ കാണുന്നു. ആ ഒരു ഭാവത്തിൽ അദ്ദേഹം അവസാനം വരെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. ദർശനം മാത്രമല്ല, കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുകയാണ്, ഫ്രണ്ട്സിനെ പോലെ ഡെയിലി. നാളെ കാണാന്ന് പറഞ്ഞിട്ടുള്ള പോകുന്നത് നന്ദകിഷോർ ഇനി നാളെ കിട്ടില്ല ചാൻസ്, ബോധുവിനുണ്ട്. അതാണ്. അപ്പോൾ ഭഗവാനെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശിലപ്രഭാത് പറയുന്ന പോലെ നാമം ജപിക്കുക, ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുക, ശ്രവണം, ഭഗവാനെ കുറിച്ച് കൂടുതൽ കേൾക്കുക, ഭഗവാനിൽ ആകർഷിതരാവണം നമ്മൾ ആദ്യം തന്നെ. പിന്നെ തത്വങ്ങൾ പഠിക്കണം. നമ്മൾ തുടങ്ങിയത് ഭഗവത്ഗീതയാണ് അല്ലേ? ഭഗവത്ഗീതയിലെ തത്വങ്ങളെല്ലാം മനസ്സിലാക്കണം. ഇതെല്ലാം കെട്ടുകഥകളാണെന്നോ അല്ലെങ്കിൽ ഇത് കഥകളാണെന്നോ ഒന്നും നമുക്ക് തോന്നരുത്. കാര്യം ഭഗവാൻ ഇറങ്ങി വരും നമ്മുടെ ഇടയിലേക്ക്. ഇതേപോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. ബോന്ധുവിൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു, ശുദ്ധനായിരുന്നു അദ്ദേഹം. അതിൽ ആരോടും അസൂയയില്ല. അദ്വേഷ സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമാ ദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യയാത്മാ ദൃഢനിശ്ചയ മയർപ്പിത മനോബുദ്ധി യോമത് ഭക്തസമേ പ്രിയ. ഭഗവാൻ ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഈ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 20-ാമത്തെ ശ്ലോകം വരെ കൃഷ്ണൻ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഇങ്ങനെയുള്ള ഭക്തർ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഒരു അഷ്ടകം എഴുതിയിരിക്കുകയാണ് ഭഗവാൻ. ഭക്തരുടെ ക്വാളിറ്റീസ് എന്തായിരിക്കണം? അദ്വേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ, സർവഭൂതാനം മൈത്ര, എല്ലാവരോടും മൈത്രി ഭാവം, ബന്ധം. അതുപോലെ നിർമ്മമോ, അതായത് ഈ നിത്യഹങ്കാരം ഇല്ലാതെ നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവം. നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ 50 ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്തു, ഞാൻ ചെയ്തു, അവിടെ ഇരിക്കും, അവിടെ തന്നെ നമ്മളിരിക്കും. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വരും, വലിയ ആളായിട്ട് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണെന്നൊക്കെ പറയും. വലിയ ആളുകളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യും, മാലയിടും, ദീക്ഷ വരെ കൊടുക്കും ചിലപ്പോൾ നമ്മൾ. പക്ഷേ അവിടേക്ക് പോയില്ല. അവിടെ ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം നമുക്ക് അദ്വേഷ സർവഭൂതാനം മൈത്ര. 8 ശ്ലോകങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ നമ്മൾ ഫെയിലാണ്. അദ്വേഷയിലെ കാര്യങ്ങളുണ്ട്, പിന്നെ താഴോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 20-21 ക്വാളിറ്റീസ് വരുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ലിസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ട് അപ്പുറത്ത് വേറൊരു കോളം വരച്ചു. ഞാൻ എവിടെയാണ് ഇത് ക്വാളിറ്റീസ്, ഭഗവാന്റെ എക്സ്പെക്ടേഷൻ ഓഫ് കൃഷ്ണ വേർ ഐ ആം. 2 കോളം വരച്ചു ഒരു പുസ്തകത്തിൽ. ഇത് ചെയ്തതാണ് ഞാൻ, സത്യം പറയുകയാണ്. ഈ ഒരു സത്സംഗത്തിലായതുകൊണ്ട് പറയുകയാണ്. അതുപോലെ 1, 2, 3 ഓരോന്ന് എഴുതിയിട്ടാണ്. അദ്വേഷ്ട വേറെ പോയി, അവിടെ ഞാൻ നിർത്തി, അടച്ചു വെച്ചു. അത് അവിടെ ഫെയിലാ. അതായത് അസൂയയില്ലാത്ത, നമുക്ക് പല കാര്യങ്ങളിലും അസൂയ വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ശരിക്കും ചിന്തിച്ചു നമ്മൾ പറയും ഒന്നുമില്ല, പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തോന്നിക്കഴിഞ്ഞാൽ, നല്ലത് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ തോന്നുന്നു എനിക്കും കൂടെ, അല്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് വന്നെങ്കിലോ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്.
ഇവിടെ ചെറിയൊരു അസുഖം പറയുമ്പോൾ നമ്മൾ ഇല്ലാന്നൊക്കെ പറയും. നമ്മൾ അവരെ ഗ്ലോറിഫൈ ചെയ്യും, അവരെ സ്തുതിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളിൽ ഇതൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഈ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. ബോധുവിന് ഇതെല്ലാം ഉണ്ടായിരുന്നു. കാര്യം പാവമായിരുന്നു, ശുദ്ധനായതുകൊണ്ട് അനർത്ഥങ്ങളൊന്നുമില്ല ഹൃദയത്തിൽ, അതുകൊണ്ട് എളുപ്പത്തിൽ നടന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ലെവലിലേക്ക് വരണം, ശുദ്ധരായി മാറണം. ശുദ്ധരായി മാറാൻ വേണ്ടിയിട്ട് എങ്ങനെയാവണമെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഭഗവാന്റെ എക്സ്പെക്റ്റേഷനൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. കൂട്ടത്തിൽ അവിടേക്ക് എത്താനുള്ള മാർഗം പ്രഭുപാദം പറഞ്ഞു തരുന്നുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട്, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ട്, സർവ്വധർമാൻ പരിത്യജ്യ എല്ലാം എന്നെ ശരണം പ്രാപിക്കൂ, എല്ലാം എനിക്ക് സമർപ്പിക്കൂ. ചൈതന്യ മഹാപ്രഭു അത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണത്തിലൂടെ നാമജപം, കീർത്തനം, അതേപോലെ ശ്രവണം, ഭഗവത് ശ്രവണം, അങ്ങനെ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്ത് നമ്മുടെ ശുദ്ധീകരണം നടക്കും. നമ്മളെങ്ങനെയായിരുന്നു 5 വർഷം മുമ്പ് ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? വ്യത്യാസം തോന്നുന്നുണ്ടോ? എല്ലാവർക്കും വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വ്യത്യാസമുണ്ട്, ഒരു സംശയമില്ല. കാര്യം ഈ ഒരു പ്രോസസ്സ് ഒരുപാട് ശക്തിയുള്ളതാണ്, അത് വെറുതെ അല്ല. നാമവും ഹരികീർത്തനവും ശ്രവണവും വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ വേഗത്തിൽ നമ്മുടെ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും. ആത്മാർത്ഥയോടുകൂടി ചെയ്യണം. അതേ കൂട്ടത്തിൽ പ്രാർത്ഥനയോടുകൂടിയിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാനെ ശുദ്ധനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ പരിശുദ്ധമാവാതെ ഹൃദയത്തിൽ പരിശുദ്ധ അല്ലെങ്കിൽ ആ ഒരു പരിശുദ്ധി ഇല്ലാതെ ഭഗവാനെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, ഉറപ്പാണ്. അപ്പോൾ ശീലപ്രഭുപാദം ആചാര്യന്മാർ പറയുന്നത് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ടത് ഫോളോ ചെയ്ത് നോക്കുക. എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ തപോബലം കൊണ്ടോ നമ്മുടെ സാധനം കൊണ്ടോ ഒന്നും നമുക്ക് ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ നമ്മുടെ ശ്രമം വേണം, കൂട്ടത്തിൽ ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ ശ്രമങ്ങൾ ഇല്ലെങ്കിൽ കാരുണ്യം നമുക്ക് വരില്ല. ഒന്നും ചെയ്യാതെ ഭഗവാന്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യണം. ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കും. അതാണ് ചെയ്യുന്നത്. 1000 ആളുകളുടെ ഇടയിൽ ഒരാൾ കൈ പൊക്കി ഇങ്ങനെ കാണിക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ കാണും. അതേപോലെയാണ് നമ്മൾ സാധനം നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു കാണപ്പെടുന്ന ഒരാളായി മാറും ഭഗവാന്റെ ദൃഷ്ടിയിൽ. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കും. ഭഗവാന്റെ ആ ഒരു കൂട്ടുകാരുടെ അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ഗ്രൂപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ഒന്നും കൂടെ അടുത്തായി. പിന്നെ അവിടെ നിന്നും പിന്നെ ചെയ്യണം, അവിടെ നിർത്തരുത്. പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യും. കുറച്ചുകൂടി ആകുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവരും, കുറച്ചുകൂടി ആകുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവരും. കുറേ കഴിയുമ്പോൾ ഭഗവാൻ ഇവിടെ അകത്തേക്ക് വയ്ക്കും. നമ്മളെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കും. ഇത് നടക്കാൻ പോകുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും. ഇന്നോ നാളെയോ മറ്റന്നാളോ 100 വർഷം കഴിഞ്ഞിട്ടോ 10 ജന്മം കഴിഞ്ഞിട്ടോ 100 ജന്മം കഴിഞ്ഞിട്ടോ 1000 ജന്മം കഴിഞ്ഞിട്ടോ 10,000 ജന്മം കഴിഞ്ഞിട്ടോ അറിയില്ല. പല വേഗതയായിരിക്കും. പക്ഷെ ആത്മാർത്ഥയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നടന്നിരിക്കും. അതുകൊണ്ട് 10,000 വർഷം ഒന്നും കാത്തിരിക്കേണ്ട, അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെക്കണ്ട. ഇപ്പോൾ ഇന്നു മുതൽ നമ്മളെല്ലാവരും ഒരേപോലെ ശ്രമിക്കുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുക. ഭഗവത് കഥകൾ ശ്രവണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. നാമം ശ്രവണം ഇങ്ങനെ ഇൻടേക്ക് കൂട്ടുക. അങ്ങനെ ഇൻടേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം പുറത്തേക്ക് വരും. ഇതെല്ലാം ഭഗവാൻ കാണും. നമ്മുടെ ആത്മാർത്ഥത കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മഹാകാരുണ്യത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ കാരുണ്യം വരും, ബൗൺസ് ചെയ്ത് പോകും. നമുക്കത് നമ്മുടെ ഓട്ടയുള്ള പാത്രം പോലെയാണ് അല്ലേ? ഓട്ടയുള്ള പാത്രത്തിൽ വെള്ളം ഇരിക്കില്ല. അതേപോലെ അതുകൊണ്ട് ആ ഓട്ട ഇല്ലാത്ത പാത്രമായി മാറണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിരിക്കണം. കൂട്ടത്തിൽ ആ പരിശ്രമം ചെയ്യുമ്പോഴും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ അഹങ്കാരം കൊണ്ടല്ല, നമ്മൾ അഹങ്കാരത്തോട് കൂടിയിട്ടല്ല, അവരെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുന്നു. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ്. എന്താണ് പ്രഭുപാദ പറഞ്ഞിട്ടുള്ളത്? ഓ രാധേ, ഓ കൃഷ്ണ, എന്താ പറയുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ദയവ് ചെയ്ത് അങ്ങ് നിങ്ങളുടെ സേവനത്തിൽ ഏർപ്പെടുത്തൂ, ദയവ് ചെയ്ത്. ഇതാണ് പ്രഭുപാദ പറയുന്നത്. പ്രാർത്ഥന, പ്രയർ. 3 കാര്യങ്ങളാണ് പ്രഭുപാദന്റെ ഡിസൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. നാമജപത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു പ്രൊനൗൺസിയേഷൻ, 3 Pകൾ പറയുന്നുണ്ട് അദ്ദേഹം.
നാമം ജപിക്കേണ്ടത് നല്ല ഉച്ചാരണം ശരിയാവണം. നാമല്ല. അവസാനത്തെ രാമൻ ഹരേ കൃഷ്ണത് എവിടേക്കോ പോകും. തുടക്കമാണ് നല്ലതാണ്. ഇങ്ങനെയാണോ ജപിക്കുന്നുണ്ടോ? ഇങ്ങനെയാണോ ജപിക്കുന്നത്? പലതരം അങ്ങനെ ജപിക്കുന്നത്. 16 തീർക്കണ്ടേ? ഓ ഇത് നോക്കും, ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ ബീറ്റ്സിൽ നോക്കുമ്പോ 8 ഇനി കിടക്കുന്നു. ഓരോന്നും തിരിച്ച് കൗണ്ടർ ബീറ്റ്സ് കളിക്കുന്ന ദേഷ്യത്തോടെ ചില ദിവസങ്ങൾ എങ്ങനെയാണ്, ചില ദിവസങ്ങൾ എങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ വലിയ കഴിഞ്ഞു അല്ലേ തോന്നും. അത് അങ്ങനെ തോന്നിയോ ഉള്ളിൽ അഹങ്കാരം വന്നു. അടുത്ത ദിവസം താകെടുക്കുന്നു. അടുത്ത ദിവസം പിന്നെ നമ്മൾ വലിച്ചിടുവാണ് കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട്. എങ്ങനെയെങ്കിലും ഇത് തീർക്കണ്ടേ, ഗുരുവാരാധന വാക്കുപോയി നീ എന്ത് ഞാൻ ചെയ്യും. അപ്പോൾ എളുപ്പമല്ല കൃഷ്ണ. സോ അത് മാറണമെങ്കിൽ, ഭാവം മാറണമെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയോടുകൂടി, വിനയത്തോടുകൂടി സമർപ്പിച്ചുകൊണ്ട്, ഭഗവാന്റെ ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് സാധിക്കില്ല. ഗുരുവിനോടും പ്രഭുപാദനോടും ആചാര്യന്മാരോടും ഭഗവാനോടും നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ഭഗവാനെ സഹായമില്ലാതെ എനിക്ക് സാധിക്കില്ല. ഞാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം നിങ്ങളാണ് ഇത് ചെയ്തു തരേണ്ടത്. എന്നെക്കൊണ്ട് സാധിക്കില്ല. ഈ ഒരു ഭാവത്തോടു കൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രേയർഫുൾ മൂഡായിരിക്കണം എന്നുള്ളത്. ഈ 3 Pയിൽ ഒരു P അതാണ് പ്രാർത്ഥനാ മനോഭാവമാണ്. നാമം ചൊല്ലുമ്പോൾ പ്രാർത്ഥനയാണ് വേണ്ടത്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ്, പ്ലീസ് പ്ലീസ്. അവിടെ ലീലകളൊന്നും നമ്മൾ സ്മരിക്കേണ്ട ആവശ്യമില്ല. ലീലകൾ സ്മരിക്കാൻ അത് ഓട്ടോമാറ്റിക്കലി വരേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ ഇന്ന് ഞാൻ ദാമോദർ ലീല സ്മരിക്കും, അതായത് നാമം ജപിക്കാൻ മുമ്പിരിക്കുന്നതിനേക്കാൾ മുമ്പ് തീരുമാനിക്കും ഇന്ന് ഞാൻ ആലോചിക്കാൻ പോകുന്നത് ദാമോദർ ലീലയാണ്. ദാമോദർ ലീലയുടെ ആദ്യത്തെ രംഗം നമ്മൾ ആർട്ടിഫിഷ്യലി കൊണ്ടുവരും ഉള്ളിലേക്ക്. കൃഷ്ണൻ അവിടെ നിൽക്കുന്നു, യശോദറാണി നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ യശോദറാണി പോയി വേറെ ഏതെങ്കിലും ഒരു ആളായിരിക്കും അവിടെ നിൽക്കുന്നത്. കൃഷ്ണനൊന്നുമില്ല, വേറെ ആരെങ്കിലും ചിലപ്പോൾ ഓഫീസിലാണോ അല്ലെങ്കിൽ സിനിമയിലാണോ സീരിയലാണോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, അറിയില്ല. വടി പിടിച്ച് ചിലപ്പോൾ നിൽക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ആളായിരിക്കും, നമുക്കറിയില്ല. അത് ആർട്ടിഫിഷ്യലി ചെയ്യേണ്ട കാര്യങ്ങളല്ല, നാച്ചുറലി ഇത് വരേണ്ടതാണ്. അപ്പൊ അത് നാച്ചുറലി വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രഭുപാദ് എപ്പോഴും പറയും, നമ്മൾ ശരിക്കും യാചകരെ പോലെയാണ്. ബെഗേഴ്സ് എങ്ങനെയാ, അമ്മാ എന്ന് വിളിക്കില്ലേ, അതേപോലെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കണം. അപ്പോ ഒരാള് വന്നിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചാൽ ആരെങ്കിലും പോവാതിരിക്കും. അവസാനം ദേഷ്യം വന്നിട്ടെങ്കിലും പോകും. ആരാണ് അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഭഗവാൻ അങ്ങനെ ദേഷ്യത്തോടു കൂടി വരില്ല. നമ്മളാണെങ്കിൽ അങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. അപ്പൊ അതേപോലെ കൃഷ്ണ കൃഷ്ണ എന്ന് ആത്മാർത്ഥത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ ഗജേന്ദ്രന്റെ അടുത്തേക്ക് വന്ന പോലെ ഭഗവാൻ എത്തിയിരിക്കും. അപ്പൊ ആ ഒരു വിളി യാചകനെ പോലെ വിളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും യാചകരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെല്ലാവരും ബെഗേഴ്സാണ്. അഭിമാനിക്കാം, കൃഷ്ണന്റെ യാചകരാണ്, ഭഗവാന്റെ യാചകരാണെന്ന് അഭിമാനിക്കാം. അതാണ് നമ്മുടെ ആക്ച്വൽ ഐഡന്റിറ്റി, അല്ലേ? നമ്മുടെ ഐഡന്റിറ്റി അതാണ് ശരിക്കും. അല്ലാതെ സർവപാലക രാമദാസോ അല്ലെങ്കിൽ മംഗളപ്രദ ഈശാനി മദതിയോ, ഓക്കെ, അത് നമ്മുടെ ഗുരു തന്നിട്ടുള്ള പേരാണ്. എന്നാൽ ഇതിന്റെ പുറകിലൊരു ദാസും ദാസിയും ഉണ്ട്. അവിടെയാണ് യാചകർ വരുന്നത്. ശരിക്കും അവിടെ ദാസനും ദാസി എന്ന് പറഞ്ഞാൽ ബെഗേഴ്സാണ്. പ്ലീസ്, നിങ്ങളുടെ കാരണമില്ലാതെ ഓ കൃഷ്ണ പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ, ഇങ്ങനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ പ്രയർഫുൾ മൂഡായിരിക്കണം എന്ന് പറയുന്നതാണ്. അതൊരു P. രണ്ടാമത്തെ P പോസ്റ്റർ. റൂപ അത് പറയുന്നത് സിറ്റ് പ്രോപ്പർലി. അല്ലാതെ കാലിങ്ങനെ മുകളിൽ വെച്ച് കാലിങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, ചെയ്യാറുണ്ട്. ആദ്യത്തൊക്കെ നല്ല ചെയ്യാറ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നടുവേദന, ചിലപ്പോൾ ഹാഫ് ഇങ്ങനെ കാല് നിവർത്തി ചെയറിലൊക്കെ ഇരുന്നിട്ട് ഈസി ചെയറിലിരുന്ന് ഈസി ആയിട്ട് ചെയ്യാനുള്ളതല്ല നാമം. കുറച്ച് കാല് നിവർത്തും, കാല് നിവർത്താം. ഞാൻ അതല്ല, ഈസി ചെയറിലൊക്കെ ഇരുന്നിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോകും. ഉറങ്ങാനല്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ പറയുന്നു. അതേപോലെ പ്രൊനൗൺസിയേഷൻ പോസ്റ്റർ പ്രയർഫുൾ പറയാൻ. ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം പ്രയർഫുൾ. ആ ഒരു പ്രാർത്ഥന മനോബോധത്തോടുകൂടിയായിരിക്കണം നമ്മൾ ചെയ്യുന്ന എന്ത് സർവീസ് ആണെങ്കിലും.
എന്ത് സർവീസാണ്, നാമജപം മാത്രമല്ല, എന്ത് സർവീസാണ് നമ്മൾ ചെയ്യുന്നത്, പ്രീച്ചിങ് ആണ് ചെയ്യുന്നത്, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണോ, എന്താണെങ്കിലും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഞാനല്ല ചെയ്യുന്നത്, അങ്ങ് ചെയ്തോളൂ, എന്നെ ഉപകരണമാക്കി മാറ്റി, എന്നെ ഉപകരണമാക്കി മാറ്റിയാൽ മതി, ഞാൻ ഉപകരണമാവാൻ സന്തോഷവാനാണ്, എൻ്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കാര്യമൊക്കെ സക്സസ് ആവും. നമ്മൾ അറിയാതെ തന്നെ ശുദ്ധീകരണം നടക്കും, നമ്മളെല്ലാം പരിശുദ്ധ ഭക്തരായി മാറും. അപ്പോൾ അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. മുകുന്ദ പ്രഭു എവിടെയാണെന്ന് അറിയില്ല, പ്രഭു എന്ന് പറയും ഇപ്പോൾ ഉടനെ തന്നെ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. श्रील प्रभुपाद की जय, वृंदावन धाम की जय, यशोदा नंदलाल की जय, श्रीमती राधा रानी की जय, जय श्री राधे श्याम, मिताय गौर प्रेमानंदे, हरि हरि बोल. थैंक यू वेरी मच. ബോന്തു ബോന്തു പുതിയ ക്യാരക്ടർ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഹരികഥയുടെ പ്രത്യേകത തുടങ്ങുന്നതിന് മുമ്പ് ചുമയായിരുന്നു, പിന്നെ ചുമയും മറന്നുപോയി, ചുമക്കാൻ മറന്നു, ഇപ്പൊ ചുമച്ചു തുടങ്ങി, നിർത്തിപ്പോൾ. അതെ അതെ ഓഫായി.